റിസർച്ച് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഞാൻ വന്നു. തുടക്കത്തിൽ എന്താ പറഞ്ഞതെന്ന് അറിയാം. 2-3 ഏരിയയിൽ ഞാൻ ഇടയിൽ ഇവരെ ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒന്ന്, വളരെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി ലെവലിൽ പറയണം. നമ്മൾ സാധാരണ ഒബ്സർവ് ചെയ്തിട്ടുള്ളതും ധാരാളം ഒബ്സർവ് ചെയ്യുന്നതും വളരെ വൈഡായിട്ടുള്ള നാട്ടിലുള്ളതായിട്ടുള്ളൊരു ഫിനോമിന ആണ്. നമ്മളൊരാൾ അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി, ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീങ് തന്നെ ആണെന്നില്ല, സഫർ ചെയ്യുന്നത് കാണുന്നു. നമ്മളെ കൊണ്ട് അതൊന്ന് കുറക്കാനോ ഒഴിവാക്കാനോ എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കുന്നു. നമ്മളത് ചെയ്യുന്നു. അത് ഇഫക്റ്റ് ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് പാർക്കാൻ. ഇതാണ് സാധാരണഗതിയിൽ അതിൻ്റെ ഒരു ഏറ്റവും സിമ്പിളായിട്ട് രീതിയിലുള്ള ഒരു കമ്പാഷനേറ്റ് ആക്ട്. ഇത് ധാരാളം നടക്കുന്നുണ്ട്, വളരെ വൈഡായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ അയൽവാസി പോയിട്ട് സഹായിക്കുന്നു. നമ്മളിപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ ഒരാൾ വഴി ക്രോസ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഒരാൾ പോയി സഹായിക്കുന്നു. വളരെ കോമൺ ഫിനോമിന. എക്സെപ്റ്റ് ചില, ഞാൻ നേരത്തെ പറയായിരുന്നു, വളരെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഞാൻ ചില കൺട്രിയിൽ, ചില രാജ്യങ്ങളിൽ പ്രൊജക്ടർ റൺ ചെയ്തിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള ചില രാജ്യങ്ങളിലൊഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഇത് വളരെ കോമണാണ്. ചില സ്ഥലങ്ങളിൽ ഇവർ സിറ്റിസൺ, നമ്മുടെ ഉത്തരവാദിത്തമല്ല എന്നൊക്കെയുള്ള കുറച്ച് കൂടുതൽ. അപ്പോൾ ഇതിൽ ഒരു കമൻറ്റ് എനിക്ക് ഇതിന് റിയൽ ലൈഫിൽ കുറേ ബാരിയേഴ്സ് ഉണ്ട്. നമ്മൾ വേണമെന്ന് വിചാരിച്ചാലും നടക്കാത്ത ഒരു ബാരിയറായിട്ട് എനിക്കൊന്ന് പോയിൻ്റ് ഔട്ട് ചെയ്യാനുള്ളത് നേരത്തെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുള്ള എമ്പതിയാണ്. എമ്പതി 2 ഇഷ്യൂ ഉണ്ട് സാധാരണ. ഞാൻ ഇപ്പം ജയശ്രീയോട് അതിനെപ്പറ്റി പറയുന്നത്. ഒന്ന്, വേറെ ആളുടെ ആസ് ഇഫ് യു ആർ ഇൻ സംബഡി എൽസ് ഷൂ. വളരെ നടക്കുന്ന കാര്യമല്ല. കാരണം അയാളുടെ ലൈഫ് എക്സ്പീരിയൻസ്, അയാളുടെ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഡിഫറെൻ്റ് ആണ്. നിങ്ങളുടെ ഒരു ഇമോഷണലും ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ചിട്ട് അയാളുടെ നിന്ന് തോന്നിപ്പിക്കുന്ന ഒരു ഷൂവിലേക്ക് കയറാണ്. ഇത് ചില ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഉദാഹരണമായിട്ട് 2 പാർട്ട്നേഴ്സ്, ഒരാൾക്ക് ഭയങ്കര സങ്കടം വരുന്നു, മറ്റേ ആൾക്കും സങ്കടം വരുന്നു. അതിലൊരു സോളിഡാരിറ്റി, സപ്പോർട്ടിൻ്റെ ഒക്കെ ഒരു എലിമെൻ്റ് ഉണ്ട്. പക്ഷേ ജനറലി പ്രൊഫഷണൽ അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ഇറങ്ങുന്ന ഒരാൾക്ക് എമ്പതി മെയിൻ ബാരിയറാണ്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഡൈയിങ് പേഷ്യൻസിൻ്റെ ഒരു ഫീൽഡിൽ കഴിഞ്ഞ 30 കൊല്ലമായിട്ട്. എൻ്റെ കൂടെ ഒരുപാട് കൊളീഗ്സുണ്ട്. പലപ്പോഴും യങ്സ്റ്റേഴ്സ്, ടീനേജേഴ്സ്, അഡ്വാൻസ് മാലിനൻസി, 3 മാസമേ ഉള്ളൂ. നമ്മൾ അവരോട് ഇരുന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ഡ്രീംസ്, ഷാറ്റർ ചെയ്ത കാര്യങ്ങൾ ഇതിങ്ങനെ പുറത്ത് വരും. പാരൻറ്റിൻ്റെ ഒരു സങ്കടം നാച്ചുറലാണ്, നമ്മൾ ഇമോഷണലാവും. പക്ഷെ നമ്മൾ ആ ഇമോഷണലിൽ സ്റ്റക്കായാൽ നമ്മുടെ വിഷൻ ബ്ലേഡാണ്. നമ്മൾ തെറ്റായ സൊല്യൂഷൻസിലേക്ക് പോകും. കുറേ കാര്യങ്ങൾ ആ പാരൻറ്റ് ചിന്തിക്കുന്ന പോലെ തന്നെ നമ്മൾ ആലോചിച്ച് തുടങ്ങും. അവിടെ നമ്മൾ പ്രൊഫഷണൽ എന്നുള്ള റോള്, ഓക്കെ ഇതാണ് റിയൽ സിറ്റുവേഷൻ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാണ് എനിക്ക് ചെയ്യുന്നത്. ഈസി അല്ല. പക്ഷേ നമ്മൾ പറയുന്ന ട്രെയിനിങ് കൊണ്ട് അത് പോസിബിളാണ് ഒരു എക്സ്റ്റെൻറ്റ് വരെയെങ്കിലും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 30 years ഇപ്പോഴും ഞാൻ അങ്ങനെ ഒരു കുട്ടി എൻ്റെ മുമ്പിൽ വന്ന് പെട്ടാൽ ഞാൻ ഇമോഷണലാവും. പക്ഷേ ഞാൻ അതിനകത്ത് നിന്ന് ഓവർകം ചെയ്യും. കാരണം ഞാൻ ആ ഇമോഷണലായി ഇരുന്നാൽ അയാൾക്ക് എന്നെ കൊണ്ടൊരു ഉപകാരമില്ല. അപ്പോൾ അങ്ങനെ ഒരു എമ്പതിയുടെ ഒരു ട്രാപ്പ് പലപ്പോഴും കമ്പാഷനേറ്റ് ഒരു ബിഹേവിയറിന് എതിരാണ്. രണ്ടാമതൊരു സാധനം, നമ്മളിപ്പോൾ വഴിയിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ച പോലെ ആൾക്കാർ തെറ്റായിട്ട് കമ്പാഷൻ ഫെറ്റീഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കമ്പാഷൻ ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ യു ആർ സോ ഫെറ്റീഗ് ദാറ്റ് യു കനോട്ട് ബി കമ്പാഷനേറ്റ്. അതാണ്. അല്ലാതെ കമ്പാഷനിൽ ഫെറ്റീഗ് ഉണ്ടാവാൻ പറ്റില്ല. കമ്പാഷനിൽ ഒരു അൺഇമോഷണൽ എലിമെൻ്റ് ഉണ്ട്. അത് ആക്ഷനാണ്. അത് നിങ്ങൾ ഡിറ്റാച്ച് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിലേക്ക് എത്തിപ്പെടാനുള്ള ലേശം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കോമൺ സാധനമാണ്. നമ്മൾ ഉദാഹരണമായിട്ട് ഇപ്പം ഗവൺമെൻറ് സർവീസിലുള്ള ചില നേഴ്സസിനെ നോക്കിയാൽ കാണാം. കെയർ വരുമ്പോൾ ആദ്യം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഹൈലി സപ്പോർട്ടീവ്, കെയറിങ്, വളരെ പ്ലസൻറ്റ്. ഒരു 10 കൊല്ലം ആ വാർഡിലൊക്കെ നിന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ബേൺഡ് ഔട്ടാണ്, പേഷ്യൻസിനോട് ചൂടാവുന്നു, ഒന്നും റാഷണലല്ല, ഒരുപാട് സാധനങ്ങൾ വരുന്നത്. ടോട്ടലി അൺകമ്പാഷനേറ്റ്. ഇതൊരു സിസ്റ്റത്തിൻ്റെ ഒരു ബാരിയറാണ്. കാരണം ഈ ആൾ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ. പിന്നെ വേറെ ചില സിറ്റുവേഷൻസിൽ അഗെയിൻ സിസ്റ്റം. അപ്പം 5ാം ക്ലാസ്സിലെ ടീച്ചർ കുട്ടികളുടെ കാര്യത്തിൽ കുറേ കൂടി ഇങ്ങനെയല്ല വേണ്ടത്, ഈ സിസ്റ്റം കുട്ടിയോട് കമ്പാഷനേറ്റ് അല്ല, ഞാൻ ചില മാറ്റങ്ങൾ വരുത്താൻ വിചാരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഹെഡ്മാസ്റ്ററോ മാനേജ്മെൻറ്റോ പറയും ടീച്ചറെ അത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നിയമം റൂള് ഇതല്ല. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഫ്രസ്ട്രേഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സ്ട്രക്ചറൽ ബാരിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ സിസ്റ്റത്തിലുള്ള ബാരിയേഴ്സ് ഉണ്ട്. അതാണ് ഒന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത്. 2, നമ്മൾ പറയുന്ന നാച്ചുറൽ ആക്ട്സ് ഓഫ് ഇൻഫോർമൽ ആക്ട്സ് ഓഫ് കമ്പാഷൻ എവറി ഡേ ലൈഫിൽ ധാരാളമുള്ളതാണ്. അത് നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ക്യാപ്ചർ ചെയ്യുന്ന ഫോമാറ്റിൽ അത് വരുന്നില്ല. നിങ്ങൾ വളരെ ഇപ്പോൾ കോർപ്പറേറ്റ് ആക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ 3ാമതൊരു പോയിൻറ്റിനോട് ഞാൻ പറഞ്ഞു നിർത്താം. ഈ ട്രെയിനിങ്ങിനെ പറ്റി പറഞ്ഞു. നമ്മുടെ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയും. ഞങ്ങളുടെ കൂടെ കുട്ടികളുണ്ട്,
കോളേജ് സ്റ്റുഡൻസ് ധാരാളം വന്ന് ടൈം സ്പെൻഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അവരെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത് ഈ ബെഡ് റിഡൻ പേഷ്യൻ്റ്, ഡൈയിങ് പേഷ്യൻ്റ്, അവരുടെ ഫാമിലി എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുള്ള സിറ്റുവേഷനിൽ ഏതാണ്ട് എല്ലാ ആൾക്കാരും ആ പീരീഡ് കഴിഞ്ഞ് പോകുമ്പോൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് വരുന്ന ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായത് അതിൽ വന്നപ്പോഴാണ്. വാട്ട് ഷുഡ് ഐ ഡൂ എന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് ട്രെയിനിങ്. അല്ലാതെ നമ്മളൊരു ക്ലാസ്സിൽ ഒരു മാനുവൽ വെച്ചിട്ട് 20 പേരെ എടുത്തിട്ട് വാട്ട് ഈസ് കമ്പാഷൻ എന്ന് പറയലല്ല. എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ട്രെയിനിങ് എന്തായാലും ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഞാനൊരു എംപതറ്റിക് ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും അതിനെ മുഴുവൻ ഷേക്ക് ഓഫ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു കമ്പാഷനേറ്റ് പേഴ്സൺ എടുക്കാൻ പറ്റും, ആക്ട് ചെയ്യാൻ പറ്റും എന്ന്. ഓക്കെ, അപ്പോൾ ഇത്രയും 2-3 ലൂസ് പോയിൻറ്റ്സ് ആണ്. അതൊരു കമൻറ്റ് പറയുന്നത് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറയാതിരുന്നത്. എനിക്ക് 4 മണിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, അതുകൊണ്ട് ഫുള്ളായിട്ട് ഇല്ലെങ്കിൽ ഒരു മോശമല്ലേന്ന് വെച്ചിട്ട്. പിന്നെ അങ്ങനെ മോശമല്ല എന്ന് ഗോവിന്ദരാജ് പറഞ്ഞതുകൊണ്ട് പ്രത്യേക കോഴ്സ് ഓഫ് ആക്ഷനിൽ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങും കമ്പാഷൻ ട്രെയിനിങ് എന്നുള്ള ക്ലെയിമും തമ്മിൽ വ്യത്യാസമുണ്ട്. കമ്പാഷൻ ട്രെയിനിങ് അമേരിക്കയിലും മറ്റ് വിദഗ്ധരെന്ന് പറയപ്പെടുന്ന ആളുകൾ കൊടുക്കുന്ന ട്രെയിനിങ് കമ്പാഷൻ ട്രെയിനിങ് തന്നെയാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ കോഴ്സ് ഇപ്പം ടീച്ചിങ് ഇപ്പോൾ ഏതെങ്കിലും വളണ്ടിയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന് നമ്മൾ അവരേത് മണ്ഡലത്തിലാണ് പ്രവർത്തിക്കാൻ പോകുന്നത് ആ മണ്ഡലത്തിൽ എക്സ്പോസ് ചെയ്യും, എന്തൊക്കെയാണ് അതിൻ്റെ കരണീയമെന്ന് നമ്മൾ കാണിക്കുകയും ചെയ്യുന്ന ട്രെയിനിങ് നമ്മളതിനെ കമ്പാഷൻ ട്രെയിനിങ് എന്നല്ല വിളിക്കുന്നത്. ആ സിറ്റുവേഷന് ആവശ്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആയിരിക്കും. അത് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ചിലപ്പോൾ ഉണ്ടാക്കുകയും ചെയ്യും ആളുകൾ. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ കുട്ടികൾ റിസർച്ച് സ്കോളേഴ്സിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ പഠിപ്പിച്ച റിസർച്ച് സ്കോളേഴ്സ് അവരുടെ ഇതൊക്കെ കഴിഞ്ഞിട്ടും PhD ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവർ ഓർക്കുന്നുണ്ട്. ആ അനുഭവങ്ങൾ അവരെ പ്രത്യേക രീതിയിൽ മൗൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ട്രെയിനിങ് ഇതൊന്നും കമ്പാഷനായിട്ട് ട്രെയിനിങ് അല്ല. ഇതൊരു പ്രൊഫഷൻ്റെ അകത്ത് ഒരു കോഴ്സ് ഓഫ് ആക്ഷനിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിൻ്റെ ട്രെയിനിങ്ങാണ്. അതിനെ കമ്പാഷൻ ട്രെയിനിങ് എന്നുള്ള ലാബിൽ നമ്മൾ വിളിക്കുന്നില്ല. ഞാൻ പറഞ്ഞ സാധനമല്ല, നമ്മൾ ഒരു വളണ്ടറാവാൻ പോലും ട്രെയിൻ ചെയ്യുന്നില്ല. നമ്മൾ അവിടെ വന്ന് വരുന്ന കുട്ടികളെ സെവൻ ലൈഫ് സ്കിൽസ് എന്ന് പറഞ്ഞാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. മാത്രമല്ല അവരോട് നമ്മൾ വളണ്ടറാവാൻ ആവശ്യപ്പെടുന്നില്ല. ഒരു വലിയ ടേൺ ഓവറാണ്. മനസ്സിലായി. അതിൽ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു എയിം വെച്ചിട്ടല്ല നമ്മൾ പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് അതൊന്ന് നോക്കാം. അതേപോലെ വരുന്നത് അത് അവര് ഈവൻ നമ്മൾ അടുക്കാലത്താണ് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടായ സ്റ്റഡി കൊണ്ട് നടത്തുന്നത്. എന്നിട്ട് അതൊക്കെ ട്രെയിൻ ചെയ്തോക്കാം. അപ്പോൾ അതിലൊരു വേറെ രീതിയിൽ എന്തെങ്കിലും ഒരു എയിം അതിനോട് വരുന്നില്ല. പറയുന്നത് നിങ്ങളിവിടെ ജീവിക്കുന്ന ആളാണെങ്കിൽ ചില സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യും. നിങ്ങൾക്ക് പക്ഷെ അത് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മളെ ട്രെയിനിങ്ങിനെ മാത്രം വെച്ചിട്ട് ഫീഡ്ബാക്ക് അല്ല. ഇത് അത് എങ്ങനെ ഒരു ലൈഫിലുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെ ചേഞ്ച് ചെയ്തു കുട്ടികളും പാരൻസും ടീച്ചേഴ്സും ഒക്കെ പറയാറുണ്ട്. ഈ കുട്ടി ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നത് ഞാൻ ആകെ അതിനോട് റൈസ് ചെയ്തിട്ട് പോയിന്റ് ചില ട്രെയിനബിളായിട്ടുള്ള എലിമെൻറ്റ്സ് ഇതിലുണ്ട്. അത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ക്ലാസ് റൂം ട്രെയിനിങ് ആവണമെന്നില്ല. എക്സ്പീരിയൻസ് ഒരു സിറ്റുവേഷനിൽ ചെന്ന് പെടുകയും ആ സിറ്റുവേഷൻ നമ്മൾ കാണുകയും ആൾക്കാർ എന്താണ് ചെയ്യുന്നതെന്ന് കാണുകയും എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആലോചന അതിൻ്റെ ഭാഗമായിട്ട് വരികയും ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ നാച്ചുറലി അങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇത് നമുക്ക് ഇടപെടാവുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് ആലോചിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിനൊക്കെ കാരണം എസെൻഷ്യലി നമ്മുടെ അടുത്ത് ആ ഒരു എലിമെൻ്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരാൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ കൊള്ളാം എന്നുള്ള ഒരു വേഗമായിട്ടുള്ള ആലോചന എല്ലാ മനുഷ്യന്മാരുടെ മനസ്സിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒന്നും കൂടി കുറച്ചും കൂടി അതിൻ്റെ ഒരു കോൺഫിഡൻസും ഒരു കോൺക്രീറ്റ് ആക്കുന്ന ഒരു മെഷീനറി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഇഫക്റ്റീവായിട്ട് ആൾക്കാരാണ്. നമ്മളിപ്പോൾ വെറുതെ റോഡിൽ വീണിട്ടുണ്ടെങ്കിൽ 10 ആൾ ഓടി വരും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്ന ഒരാളായ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ ഈ 10 ആൾ അയാളുടെ കൂടെ കൂടും. അല്ലെങ്കിൽ അവരവർക്ക് തോന്നിയപ്പോൾ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഒന്നും ചെയ്തു. അങ്ങനെ ചില ട്രിഗറിങ് സാധനങ്ങൾ ഇതിൽ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കമ്പാഷനേറ്റ് ആകാനുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇതിനുള്ള ബാരിയേഴ്സിനെ എടുത്തു കളയാനാണ് ട്രെയിനിങ്. വേറെ ആൾക്കാരുടെ അല്ലെങ്കിൽ വേറെ ആനിമൽസിന്റെ വേറെ ബീയിങ്ങിന്റെ
അത് നമ്മളൊരു കഷ്ടപ്പാടാണെന്ന് റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ തോട്ട് എന്ന മനുഷ്യർക്കും മെജോറിറ്റി മനുഷ്യർക്ക് വരുന്നില്ല ഞാനത് പക്ഷെ പല ആൾക്കാരൊക്കെ ഞാൻ വിചാരിച്ചൊന്നും നടത്തില്ല, ഞാനൊന്നും ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ വേറെ ആരും ചെയ്തോന്നൊക്കെ വെച്ചപ്പോൾ ആ തോട്ടിൻ്റെ കൂടെ ഒരു ട്രിഗർ കൂടി വന്നാൽ അതെ. പക്ഷെ ഒന്നും ഇല്ലാതെ ആക്ട്സ് ഓഫ് കമ്പാഷന് നാട്ടിലൊരു കുറവില്ല, ഒരു കുറവും. അത് ഇൻഫോർമലാണ്, ഇതാരും എഴുതി വെക്കുന്നില്ല. പലപ്പോഴും ചില പത്രക്കാരെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു തെറ്റിടുന്നു എന്നല്ലാതെ നമ്മൾ റെഗുലറായിട്ട് നമുക്ക് പ്രശ്നം ആരാണ് സഹായിക്കുന്നത്, അടുത്ത വീട്ടുകാരെ സഹായിക്കുന്നു അല്ലെങ്കിൽ വഴിപോയ ഒരാളെ സഹായിക്കുന്നു. ഇതിനാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊരു ബുദ്ധിമുട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ചില കൺട്രീസും ചില കമ്മ്യൂണിറ്റീസും. ഇനി എല്ലാ സ്ത്രീകളും ഭയങ്കര കമ്പാഷനേറ്റ് ആണ്, അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും വളരെ കമ്പാഷനേറ്റ് ആണ്, അല്ലെങ്കിൽ കുടുംബങ്ങളൊന്നും ഓടൂല. ഇല്ലെങ്കിൽ ഇത് ഈ സിസ്റ്റം നടക്കുകയില്ല. അപ്പോൾ എന്താണ് കമ്പാഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇവിടെ പ്രശ്നം എനിക്കിത് അറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോലെ സംസാരിക്കുന്നത്. ഞാനതിന് വളരെ പ്രാക്ടിക്കൽ കാണുന്നത്, നിങ്ങളുടെ ഒരാള് അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റി കഷ്ടപ്പെടുന്നതാണെന്ന് കഷ്ടപ്പാടാണെന്ന് നിങ്ങളുടെ ചില വാല്യൂസൊക്കെ വെച്ചിട്ട് തീരുമാനിക്കുന്നു. അതിൽ നിങ്ങളെ കൊണ്ട് അതൊന്ന് കുറക്കാനോ ഒഴിവാക്കാനോ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആലോചിച്ചു അത് ചെയ്യാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുന്നു, അത് ചെയ്യുന്നു. ഇത്രയും ഒരു ഇങ്ങനെ സ്റ്റെപ്പാണെങ്കിൽ കൂടി ചിലപ്പോൾ ഒരു 3 മിനിറ്റിൽ നടക്കുന്ന ഒരു കാര്യമാണ്. വഴിയിലൊരാൾ റോഡ് കണ്ണാണാത്ത ഒരാൾ തിരക്കിട്ട് സ്ട്രീറ്റ് അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിന്ന് ബുദ്ധിമുട്ടുന്നു. നിങ്ങളയാളെ കാണുന്നു, അയാൾ കഷ്ടപ്പെടണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു, എന്നെ കൊണ്ട് ഇയാളെ സഹായിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു, നിങ്ങൾ അയാളെ കൈപിടിച്ച് നടന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അത് നാച്ചുറലാണ്. അതിനോട് അതേസമയം അത് എൻ്റെ ഉത്തരവാദിത്തമല്ല. ഇപ്പോൾ വേറെ ആൾ നോക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നു പോകുന്ന ആൾക്കാരുണ്ടാവാം, പക്ഷെ അയാൾ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ ചെയ്യും. അതാണ് നമ്മുടെ ഒരു ജനറൽ ഫീലിംഗ്. ഇതിന് ഇൻറ്റിമേറ്റായിട്ട് 100% ദുഷ്ടന്മാരും 100% നല്ല മനുഷ്യരും എന്നുള്ള 2 കാറ്റഗറി ഇല്ലാത്തത് കൊണ്ട് ഇത് മാറി വരുന്നത്. അപ്പോൾ അത് ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ ഈ ചില ബോക്സിലുള്ള നേരത്തെ പറഞ്ഞ പോലെ സിറ്റീസ് എന്നൊക്കെ പറഞ്ഞത് ഞാൻ അതിന് പാർട്ടാണ് എന്നുള്ള ചില എസ്റ്റാബ്ലിഷ് സാധനമുണ്ട്. അതൊക്കെ പക്ഷേ ഇതൊന്ന് ഫോർമലൈസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന ഫൈനാൻഷ്യലി കമേഴ്സ്യലായിരിക്കില്ല, പക്ഷെ മാർക്കറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അപ്പോൾ അതിനുള്ളിൽ നമ്മളെപ്പോഴും പറയുന്നൊരു സാധനം ഇതൊരു നമ്മൾ ധ്യാനിക്കുന്ന ഒരു എക്സാമ്പിളായിട്ട് നടക്കുന്ന സാധനമാണ്. പക്ഷെ ചുറ്റും ലോകത്ത് ഇതിനേക്കാൾ ഇത്ര കൂടുതൽ നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഇത് തെറ്റാണ്. നമ്മളിത് പഠിപ്പിച്ചാൽ നമുക്ക് മറ്റുള്ള അങ്ങനെ പോകുന്നൊരു കാര്യമില്ല. ഇന്റർനെറ്റിൽ നിന്ന് വായിച്ച് കിട്ടിയത് സുരേഷ് പറഞ്ഞ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറഞ്ഞിട്ട് റൂട്ട്സ് ഓഫ് എംപതി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ ഒരു കാനഡയിലാന്ന് തോന്നുന്നു ഒരു പ്രോവിൻസിൽ അവർ സ്കൂൾസിൽ തുടങ്ങിയ ഒരു സംവിധാനമാണ്. ഇപ്പം എംപതി ഓരോ കമ്പാഷൻ ആ ഒരു ലെവലിലുള്ള ഒരു ഇത് കുട്ടികളിൽ ഉണ്ടാക്കാനായിട്ട് അവരവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസ് റൂം, ഒരു 15-20 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമിൽ ഒരു കുഞ്ഞു കുട്ടിയും അമ്മയും എൻ്റെ പേരൻറ്റും കൂടെ, പേരൻ്റ് അമ്മ എന്നില്ല പേരൻ്റ് കൂടെ വരികയും ഇതുപോലെ ക്ലാസ്സിൽ അവരിയ്ക്കും. ഈ കുട്ടി അമ്മയോടെ വന്നിരിക്കും. എന്നിട്ട് ഒരു ടീച്ചറുണ്ട്, ട്രെയിനിൻ്റെ ഒരു എംപതി പഠിപ്പിക്കാൻ അങ്ങനത്തെ ആ ഒരു രീതിയിലുള്ള. അപ്പോൾ ഈ കുട്ടികൾക്ക് ചെയ്യേണ്ടത് ഈ കുട്ടികൾ ഒബ്സർവ് ചെയ്യുക, ഈ കുഞ്ഞു കുട്ടീനെ കൊണ്ടുവരുന്ന അമ്മ വരുന്നത്. അപ്പോൾ അതിനെ ഒബ്സർവ് ചെയ്യുക, അതിനെപ്പറ്റി കുട്ടികൾ അവരുടെ ചെറിയ ക്ലാസ്സിലാണ്, KG ലെവലിലുള്ള കുട്ടികളാണ്. അപ്പോൾ അവരതിനെ ക്യൂരിയോസിറ്റി ലെവലിൽ അവരതിനെ ഒബ്സർവ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്താ നിൽക്കാത്ത എന്താ നടക്കാതെ അങ്ങനെ ചൈൽഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെ ഇത് ഒരു ഓൺഗോയിങ് എവറി മന്ത് ഇത് റിപ്പീറ്റ് ചെയ്യും, എവറി മന്ത്. അപ്പോൾ ഈ കുട്ടി 1 വർഷമാകുമ്പോഴത്തേക്ക് കുട്ടി വളരുക. അപ്പോൾ ഈ 1 വർഷത്തെ ഈ കുട്ടിയുടെ ബിഹേവിയറും കുട്ടിയുടെ ഇതും ഈ പാരൻറ്റും കുട്ടിയായിട്ടുള്ള ഇൻട്രാക്ഷനും ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഈ ടീച്ചറുടെ ഒരു ഗൈഡഡ് ഒബ്സർവേഷനും കൂടെ ചേർത്ത്. അപ്പോൾ അവർ പറയുന്നത് ഇത് ഓൺ ദ എന്താ പറയുക കുട്ടികളുടെ ഒരു ഡെവലപ്മെന്റൽ ട്രാജക്ടറിയിൽ ഈ ഒരു ഒബ്സർവ് ചെയ്യുക, അതായത് ഈ എംപതി എല്ലാ കമ്പാഷൻ എല്ലാം നമ്മൾ പറയുന്നത് മറ്റൊരാളെ
ഒബ്സർവ് ചെയ്യാനും അയാളിലുള്ള പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റ്സ് മനസ്സിലാക്കി നമ്മൾ അതിനോട് പ്രതികരിക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ ഉള്ള ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരു റണ്ണിങ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് വളരെ, പക്ഷേ ഇത് ലോങ് ടേം ആയതുകൊണ്ട് ഒരു സയൻറ്റിഫിക്കലി ഒരു കൃത്യമായ എവിഡൻസ് ആയിട്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ദ എക്സ്പീരിയൻസ് ഷോസ് ഈ അവരുടെ എയിം തന്നെ അതാണ്, പീസ്ഫുൾ ആൻഡ് കോപ്പറേഷൻ ബേസ്ഡ് സൊസൈറ്റീസ് ബിൽഡ് ചെയ്യാനുള്ള, അങ്ങനെയുള്ള സിറ്റിസൺസ് ഈ ഇതിൽ കൂടെ കടന്നു പോകുന്ന കുട്ടികൾ ആ ഒരു ലെവലിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അപ്പോൾ അതിൻ്റെ ക്രക്സ് ഓഫ് ദ ഇത് അതാണ് ഈ നമ്മൾ എമ്പതി ആയാലും കമ്പഷൻ എന്ന് പറഞ്ഞാലും ഈ മറ്റൊരാളെ ഒബ്സർവ് ചെയ്യുക, അതിൻ്റെ ചേഞ്ചസ് മനസ്സിലാക്കുക, അതിനുള്ള ഡിസ്കസ്, കുട്ടി കരയുമ്പോൾ എന്തിനായിരിക്കും കരയുന്നത്, അല്ലെങ്കിൽ കുട്ടി ചിരിക്കും എന്തുകൊണ്ടാണ് ചിരിച്ചത്, അതവർക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ ചെറുപ്പത്തിലെ ആ ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് കൊണ്ടുവരുന്ന ഒരു സംവിധാനം എനിക്ക് തോന്നുന്നത് ശരിക്കും ഒരു നമുക്ക് ഒരുപക്ഷെ പറ്റാവുന്നതാണ്. ചില സെലക്ടഡ് സ്ഥലങ്ങളിലെങ്കിലും ഈ ഒരു രീതിയിലുള്ള ഒരു പേരന്റ് ആൻഡ് ചൈൽഡ് തന്നെയാണ് വരുന്നത് ത്രൂഔട്ട് ഒരു ഇയർ. അങ്ങനെ ഒരു ഇയർ റിപ്പീറ്റഡ് അങ്ങനെ വരുന്ന ഒരു പ്രോസസ്സ്. ചെറിയ ക്ലാസ്സുകളിൽ ഈ അഗ്രഷൻ അത് ചെയ്ത് കഴിഞ്ഞ് വരുന്ന കുട്ടികളുടെ അഗ്രഷനും ഈ പറഞ്ഞ മാതിരിയുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് ഒക്കെ പറയുന്നത് ഒബ്സർവേഷൻസ്. ഇതിനൊരു കമ്പാഷൻ ട്രെയിനിങ് ആണ്. അവർ റൂട്ട്സ് ഓഫ് എമ്പതിന്ന് അവരിതിന് ഗൂഗിൾ ചെയ്താൽ കിട്ടും. റൂട്ട്സ് ഓഫ് എമ്പതിന്ന് ഗൂഗിൾ ചെയ്താൽ സൈറ്റ് കമ്പാഷൻ ട്രെയിനിങ് ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അതിൻ്റെ ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള കുറേ ഇൻഗ്രീഡിയൻസ് രണ്ടിലും ഉണ്ട്. നമ്മൾ സയൻറ്റിഫിക് അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽത്ത് പ്രൊഫഷണൽസ് എമ്പതി എന്നുള്ള വേർഡ് കൂടുതൽ യൂസ് ചെയ്യുന്നു. കമ്പാഷൻ എന്നുള്ളത് കുറച്ചുകൂടി ബ്രോഡർ ആൻഡൊരു എന്താ പറയുക എക്സിസ്റ്റൻഷ്യൽ മീനിങ് അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് കൂടെ കൊണ്ടുപോകുന്നു. മറ്റേതൊരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു യൂസബിൾ ഒരു കോൺസെപ്റ്റ് അതൊന്ന് ഡെറൈവ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. ഇത് ഇൻട്രസ്റ്റിംഗ് മോഡൽസ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ പല മോഡൽസും കാണുമെന്ന് തോന്നുന്നു. നമ്മൾ ട്രെയിനിങ്ങിന് അങ്ങനെ മൊത്തം റിഡിക്യൂൾ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഇപ്പോൾ ട്രെയിനിങ്ങിന് കുറേ ഡിഫക്ട്സ് പറഞ്ഞു. ഇപ്പോൾ ട്രെയിൻ ആയാലും ചെയ്യും, അതൊക്കെ എല്ലാ ട്രെയിനിങ്ങിനും ബാധകമാണ്. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച മര്യാദക്ക് വണ്ടി ഓടിക്കുന്നുള്ള എന്ത് ഗ്യാരണ്ടിയുള്ളൂ? എവറി ട്രെയിനിങ് ഹാസ് ഇറ്റ്സ് ഓൺ ലിമിറ്റേഷൻസ്. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിങ് ഒക്കെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാരണമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഈ എമ്പതി ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് കെയറിൽ കഴിഞ്ഞ 10 കൊല്ലമായിട്ടൊരു മൂവ്മെൻ്റ് ഉണ്ട്. അത് പക്ഷേ ആക്ച്വലി അത് ലീഡ് ചെയ്യുന്നത് ഹെൻറി ചച്ചനോ എന്ന് പറഞ്ഞിട്ട് കന്നഡയിലുള്ള ഒരു സൈക്കാട്രിസ്റ്റാണ്. എനിക്ക് നല്ല അടുപ്പുള്ളത്. അപ്പോൾ ചച്ചനോടാണ് നമ്മൾ പിന്നെ ലേറ്ററായിട്ട് നമ്മൾ പറയുന്നത്. അതായത് ഇത് ആക്ച്വലി നിങ്ങൾ ചെയ്യുന്നത് കമ്പാഷൻ ട്രെയിനിങ് ആണ്, എമ്പതി ട്രെയിനിങ് അല്ല, അറിയുകയാണ്. പക്ഷേ ഇതന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത പരിസരം അതൊരു നിങ്ങൾ ട്രെയിനിങ് എമ്പതി അല്ലെങ്കിൽ ട്രെയിനിങ് കമ്പാഷൻ തപ്പി കഴിഞ്ഞാൽ ചച്ചനോ എന്നൊരു പ്രത്യക്ഷപ്പെട്ടു ഗ്രൂപ്പ്. വേറെ ആക്ച്വലി പറഞ്ഞതായിട്ട് ഒരു കോയിൻസിഡൻസ് ഉള്ളത്, ദയാപുരം എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. നമുക്ക് ചിലപ്പോൾ അറിയുണ്ടാവും. ഒരു കാർട്ടൂൺ ഒരു പകുതി കുട്ടികൾ ഓപ്പണേജ് പബ്ലിക് സ്കൂളാണ് CBSE. ദയാപുരം സ്കൂളിൽ നമ്മൾ ഇക്കൊല്ലം മുതൽ കഴിഞ്ഞൊരു കൊല്ലമായിട്ട് ഡിസ്കസ് ചെയ്ത് ഇക്കൊല്ലം ലോഞ്ച് ആണ്. ഇക്കൊല്ലം ഈ അക്കാഡമിക് ഇയർ മുതൽ 6ാം ക്ലാസ് മുതൽ നമ്മൾ ഒരു 24 hours അവർ തന്നിട്ടുണ്ട്. കുട്ടികളെ കമ്പാഷനേറ്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സിറ്റുവേഷൻസിൽ, ചെറിയ ചെറിയ സിറ്റുവേഷൻസ് അതിൽ കൊണ്ടുപോയി ഇടപെടേണ്ടി വരും. ഇത് ഒരു ടീച്ചർ, ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ്, നമ്മൾ 80 ടീച്ചേഴ്സിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു. അഗെയിൻ 6 കൊല്ലത്തെ പ്രൊജക്റ്റ്, അതായത് 12th പോകുന്നത് വരെ ക്ലാസ് റൂമിൻ്റെ തന്നെ ഭാഗമായിട്ട്, കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് റെഗുലേഴ്സ് ആണ്. ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതാണ്. പ്രോബ്ലംസ് വരാം. പക്ഷേ കഴിഞ്ഞൊരു കൊല്ലം കൊണ്ട് മാനേജ്മെൻറ്റും ടീച്ചേഴ്സും തീരുമാനിച്ചത് ഇതുകൊണ്ടൊരു കുഴപ്പമൊന്നും വരാനില്ല, നമുക്ക് ചെയ്ത് നോക്കാം എന്നുള്ള സാധനം. അപ്പോൾ അവർ അലോട്ട് ചെയ്തിട്ടുണ്ട് ടീച്ചേഴ്സിൻ്റെ. അപ്പോൾ ഈ പറഞ്ഞൊരു സാധനം നമുക്ക് എക്സ്പെരിമെൻ്റ് ആണ്. അതിൽ അറ്റ്ലീസ്റ്റ് ഇത് ഡാമേജിങ് അല്ല എന്നുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ട്. അവർ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് സ്കൂള് ഇത്ര യങ്ങർ ഏജ് ഗ്രൂപ്പിൽ വളരെ ചെറിയ ചെറിയ സിറ്റുവേഷനാണ്. ഗ്രാൻഡ് പാരൻ്റ് അല്ലെങ്കിൽ അയൽവാസി അല്ലെങ്കിൽ സ്കൂളിലെ ഗാർഡനർ, സ്വീപ്പ് ചെയ്യുന്ന ചേച്ചി, അങ്ങനെയുള്ള ചില ആൾക്കാരുടെ ലൈഫിനെ പറ്റി അറിയുക, അതിൽ ഇടപെടുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പഠിച്ച. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ തുടങ്ങുന്നുണ്ട്. പക്ഷെ പറഞ്ഞപ്പോൾ ഞാൻ ഈ ജൂണിൽ ലോഞ്ച് ചെയ്തു.
ഞാൻ നിസാറിനോട് ചോദിക്കാനൊരു ചോദ്യം, നമ്മളിപ്പോൾ സംസാരിച്ചത് ഈ കമ്പാഷനേറ്റ് ആക്ടിൽ മോട്ടിവേഷൻ കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ടോ? അയാൾ വൈകുന്നു നിങ്ങൾക്കിങ്ങനെ ഇത് കണ്ടു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്നു, അതിനുള്ള കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ്. അതായത് നമ്മൾ ചില റിലീജിയൻ, ചില എക്സാമ്പിൾസ് തോന്നുന്നു. ചില റിലീജിയൻസിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ആഫ്റ്റർ ലൈഫിൽ റിവാർഡ് ഉണ്ട്. ഇസ്ലാമിൽ നിങ്ങളിങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ ലൈഫിൽ പണിഷ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് ഇൻറ്റേർണലൈസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യണ്ടാവും. അതുകൊണ്ടത് മോശമാകുന്നുണ്ട്. നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ റീസൺ, നിങ്ങൾ അടുത്ത ഇലക്ഷൻ അവിടെ നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു, നിങ്ങൾ ഇങ്ങനെ കുറേ ആക്റ്റൊക്കെ വന്നാൽ നിങ്ങൾക്ക് 4 വോട്ട് അധികം കിട്ടും, എന്നാൽ അത് ചെയ്ത് കളയാൻ തീരുമാനിച്ചാൽ അത് നിങ്ങൾ കൗണ്ട് ചെയ്യാതിരിക്കും. അല്ലെങ്കിൽ പോപ്പുലാരിറ്റി, നാട്ടുകാർ നല്ല അഭിപ്രായം പറയും. വൈകുന്നേരം വീട്ടിൽ ചെന്ന് രാത്രി കിടന്നു എന്നെപ്പറ്റി തന്നെ യാത്ര മോശക്കാരനല്ല എന്നൊരു അഭിപ്രായം തോന്നാം. ഇങ്ങനെയൊക്കെ പല മോട്ടിവേഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും മോട്ടിവേഷൻ തിരിച്ചിട്ടാണോ കമ്പാഷൻ ഡിഫൈൻ ചെയ്യുന്നത്? അല്ല, വാട്ട് ഓവർ ബി ദ മോട്ടിവേഷൻ ബിഹൈൻഡ് ആൻ ആക്ട് ഓഫ് കമ്പാഷൻ ഈസ് ആൻ ആക്ട് ഓഫ് കമ്പാഷൻ ഔട്ട്കം നോക്കിയിട്ടാണ്. അത് അതിനെപ്പറ്റി ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞ കാര്യങ്ങളിൽ വന്ന് ഈ ഔട്ട്കം ഈ ആത്യന്തികമായിട്ട് ഈ കമ്പാഷനെ പറ്റിയിട്ട് പറയുന്ന ആളുകൾ, ഞാൻ ട്രെയിനിങ്ങിന് ആക്ച്വലി ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിലല്ല എനിക്ക് ഈ സംശയം ഉണ്ടായത്. ട്രെയിനിങ്ങിനെ വിമർശിക്കല്ല ഞാൻ ചെയ്തത്. ട്രെയിനിങ് ഇല്ല ഇതിനല്ല പറഞ്ഞത്, ഈ കാര്യത്തിനെ പറ്റിയല്ല. ഇതിന് ഞാൻ പരിഗണിക്കാം, ഞാൻ ആലോചിക്കുകയാണ് ആ കാര്യത്തെ പറ്റി. ഈ ട്രെയിനിങ് കമ്പാഷൻ്റെ ട്രെയിനിങ് ആണെന്നുള്ളതിനെ പറ്റിയിട്ടാണ് എനിക്ക് സംശയം. ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് എനിക്ക് സംശയമില്ല. പല ട്രെയിനിങ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, പല ട്രെയിനിങ്ങും പല രീതിയിലും ആളുകളെ ട്രാൻസ്ഫോം ചെയ്യാം. ഈ നേരത്തെ പറഞ്ഞ കമ്പാഷൻ, മറ്റ് കാർ ഓടിക്കുന്ന ഡ്രൈവിങ് പഠിപ്പിക്കുന്ന ഒരാൾക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, അയാൾ പഠിച്ചു കഴിഞ്ഞാൽ. അതല്ല എൻ്റെ പോയിൻ്റ്, അതായിരുന്നില്ല. അപ്പോൾ എന്ന് വെച്ചാൽ കാറ് ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ട ഒരാൾക്ക് അല്ലെങ്കിൽ പഠിച്ച ഒരാൾക്ക് നന്നായി ഡ്രൈവ് ചെയ്യണമെന്ന് ഇല്ല. പക്ഷെ എന്താണ് കമ്പാഷൻ ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് അയാൾക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അയാൾക്ക് നന്നായിട്ട് കമ്പാഷനായിട്ട് ആവാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിനെ പറ്റിയിട്ടാണ് എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്തത്. പിന്നെ മോട്ടീവിൻ്റെ കാര്യം പറഞ്ഞു, മോട്ടിവേഷൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ മോട്ടീവ് പ്രധാനമല്ല എന്നാണ്. കാരണം ഔട്ട്കം തന്നെ പ്രധാനം. അതാണ് കമ്പാഷനിലെ പ്രശ്നവും. കമ്പാഷനായിട്ട് ആവുക എന്നുള്ളതിൻ്റെ അല്ലെങ്കിൽ കമ്പാഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്കത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പറയുന്നത് അൾട്ടിമേറ്റ്ലി. ഇപ്പോൾ ഉദാഹരണത്തിന് മെൻ്റൽ പ്രോസസ്സ് എക്സ്പീരിയൻസ് എന്താണെന്നും കൂടി നോക്കേണ്ട ആവശ്യമില്ല. അതാണ് ഞാൻ റോബോൻ്റെ എക്സാമ്പിൾ പറഞ്ഞു. റോബോൻ്റെ എക്സാമ്പിളിൽ അതിലെന്തോ ഇലക്ട്രോണിക് ആയിട്ടുള്ള ചില അൽഗോരിതമിക് കാര്യങ്ങളാണ് നടക്കുന്നത്, പ്രോഗ്രാമിൻ്റെ ചില ഡീറ്റെയിൽസാണ് നടക്കുന്നത്. പക്ഷേ അയാളുടെ ഔട്ട്കം എന്താണ്? അയാൾ കമ്പാഷനായിട്ടായിട്ടുള്ള ആക്ട് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്, ഒരു റോബോ. അപ്പോൾ ഈ ഔട്ട്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവസാനം ഒരു ആക്ടിനെ കമ്പാഷനേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്ര മാത്രമേ നമുക്ക് കമ്പാഷനെ പറ്റി പറയാൻ പറ്റുള്ളൂ. ഇത് എത്രത്തോളം കമ്പാഷനെ പറ്റി എനിക്ക് അറിവ് തരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം അത് എന്തിനെ പറ്റി അങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മളൊരാളെ പ്രത്യേക രീതിയിൽ പിന്നെ ആയോധന കല മറ്റ് അങ്ങനെ പലതും പഠിപ്പിക്കുക. ഇപ്പോൾ എന്ത് പഠിപ്പിക്കലിലും ഇൻവോൾവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ട്രെയിനിങ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് പ്രധാനമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അനക്ഡോട്ടൽ കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം 2024-ലും 2023-ലും തൃശ്ശൂർ പോലീസ് അക്കാഡമിയിൽ മറ്റേ തമാശയുള്ള SI ആയിട്ട് ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാർക്ക് 3 ദിവസത്തെ കമ്പാഷനേറ്റ് പോലീസിങ് വർക്ക്ഷോപ്പാണ്. ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തതാണ്. അവർ നമുക്ക് ടൈം തന്നു, ഞങ്ങൾ ഒരു ടീം പോയിട്ട്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അത്. കാരണം പോലീസുകാരുടെ ഒരുപാട് ഫ്രസ്ട്രേഷൻസും ഈവൻ ആ പീരീഡ് തന്നെ കിട്ടും. പക്ഷെ നമ്മൾ തിരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവർക്ക് ഈ സാക്ഷൻ തന്നിട്ടുള്ള പോലീസ് ഓഫീസർക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ഇത്രയും ഒരു
അൺജസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇവർ കമ്പാഷനേറ്റ് ആവുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഒരു കാരണം സിസ്റ്റം മുഴുവൻ കമ്പാഷനേറ്റ് ആയാൽ മാത്രമേ ഈ ഒരു ട്രെയിനിങ്ങിന് അതാണ് ഹെൽത്തിലെ പ്രശ്നം. അതാണ് ഹെൽത്ത് കെയർ സിസ്റ്റത്തിലും ഇതാണ് പ്രശ്നം. എത്ര ട്രെയിനിങ് കൊടുത്താലും സിസ്റ്റം അങ്ങനെ അല്ല. ഒരു സ്ട്രക്ചറൽ വാല്യൂസ് കമ്പാഷൻ ഒന്നും കൊടുത്തില്ല. സമാൻ എന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശിൽ സസെക്സ് യൂണിവേഴ്സിറ്റി കോഴ്സ് അങ്ങനെ ഒരു 7 കൊല്ലം മുമ്പ് ഒരു പേപ്പർ എഴുതി. ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് WHO കമ്പാഷൻ ഇൻ പ്രൈമറി ഹെൽത്ത് കെയർ എന്നൊരു ബുക്ക് എടുക്കും. ഇതിൻ്റെ ആക്ച്വൽ ഒരു ക്രിട്ടിക്ക് 8 കൊല്ലം മുമ്പ് സമാൻ എഴുതിയിരുന്നു. അതായത് ഇതൊന്നും ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടല്ല, എങ്ങനെ ഈ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ കമ്പാഷനേറ്റ് ആവുന്നതിന് പ്രിവെൻറ്റ് ചെയ്യുന്ന സ്ട്രക്ചറൽ ഫാക്ടേഴ്സ്. അപ്പോൾ അതുണ്ട്. അതായത് നേരത്തെ പറഞ്ഞത്, അതായത് നമുക്ക് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട്. ചിലത് നമ്മളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ബാരിയേഴ്സാണ്, ചിലത് പക്ഷേ ഒരു വലിയ നമ്പർ ബാരിയേഴ്സ് സിസ്റ്റം നമ്മുടെ ചുറ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബീയിങ് കമ്പാഷനേറ്റ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് കുറേ കൂടി നമ്മൾ വിചാരിക്കുന്ന ഒരു ചെറിയ ആക്ടിൻ്റെ അപ്പുറത്ത് കുറേ കൂടി ഇംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്ന ഒരു സാധനം. അതായത് നിങ്ങളത് ഒരു കമ്പാഷൻ കമ്മ്യൂണിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന രക്ഷകൾ പറയുന്നത്, അത് കമ്പാഷൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു പീസ്ഫുൾ കമ്മ്യൂണിറ്റി അല്ല. കമ്പാഷൻ കമ്മ്യൂണിറ്റി ഈസ് എ വയലന്റ് കമ്മ്യൂണിറ്റി. കാരണം നിങ്ങൾക്കിത് ചെയ്യാനുള്ളൊരു അന്തരീക്ഷം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും, സിസ്റ്റമായിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പോൾ അത് ഒരു ഡയമെൻഷൻ മാറുന്നുണ്ട്. മറ്റു നമ്മൾ പക്ഷേ ഈ സിമ്പിൾ ആക്ട്സ് ഓഫ് കമ്പാഷൻ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രശ്നം. പോലീസുകാർ കമ്പാഷനേറ്റ് ആയില്ല, അതിന് പുറത്തിറങ്ങി വന്ന പോലീസുകാർ ചെയ്ത ചില കാര്യങ്ങൾ പിന്നെ നമ്മൾ കാണുകയും ചെയ്തു. കമ്പാഷൻ ഈ നിങ്ങൾ ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല, സുരേഷൊക്കെ ഉദ്ദേശിച്ച അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത് കമ്പാഷൻ. ഞാനത് ഒരർത്ഥം ഉദ്ദേശിക്കില്ല, കാരണം എനിക്ക് ക്ലാരിറ്റി ഇല്ല. ഈ സാധാരണ ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ കമ്പാഷൻ ഇൻക്രീസിംഗ്ലി ബിക്കം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്. അതൊരു സൊസൈറ്റി, ഒരു ഗ്രോയിങ് സൊസൈറ്റി, ഒരു സിവിലൈസേഷൻ എപ്പോഴും അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും സന്ദർഭത്തിൽ പ്രയാസം അനുഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അകത്താണ് നോക്കുന്നത്. നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പലത് അവിടെ ഉണ്ടാവും. ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ ഒറ്റപ്പെടാതിരിക്കാൻ സമൂഹം പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കമ്പാഷനാണ് അല്ലേ? അതില്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെടും, ഒന്നിനും കൊള്ളാത്ത ആളുകളായി മാറും. അപ്പം നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷനിൽ പല വകുപ്പുകളുണ്ട്. സാമൂഹികമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ സഹായിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ കമ്പാഷൻ എന്ന് ഇവിടെ പറഞ്ഞ് കേട്ടിട്ടുള്ള ഈ കൺസെപ്റ്റ് ഏതാണ്ട് ആ കമ്പാഷൻ കൺസെപ്റ്റ് അനുസരിച്ചുള്ള കമ്പാഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് ആദ്യകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സമൂഹം കൂടുതലും ഫ്രാഞ്ചൈസ് വരികയും കൂടുതൽ സാമൂഹിക വിഭാഗങ്ങൾ സംസാരിക്കാൻ സ്വയം ഒരു ഭാഷ കണ്ടെത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ അവർ തുറന്ന് പ്രഖ്യാപിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് അതോടുകൂടിയിട്ട് കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ആ അർത്ഥത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കമ്പാഷൻ ചിലപ്പോൾ ഉണ്ടെന്ന് പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥ കമ്പാഷൻ ഉണ്ട്. യഥാർത്ഥ കമ്പാഷൻ ഉണ്ടോ? കമ്പാഷൻ എന്നുള്ള വാക്കിനെ നമ്മൾ കൂടുതലും പിന്നെ ട്രിവിയലൈസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ സംശയം. കമ്പാഷൻ ആക്ച്വലി ഇപ്പം എന്താണ് കമ്പാഷൻ എന്നുള്ളതാണ്. എന്താണ് കമ്പാഷൻ എന്നുള്ളത് നിലനിൽക്കുന്ന ചില വിജ്ഞാന തുറകളുടെ അല്ലെങ്കിൽ ചിന്തകന്മാരുടെ പോയിന്റ് ഓഫ് വ്യൂയിലാണ് ഞാനിവിടെ അവതരിപ്പിച്ചത്. എൻ്റെ ആശയമല്ല ഞാൻ അവതരിപ്പിച്ചത്. ആ അർത്ഥത്തിൽ കമ്പാഷൻ എന്നുള്ളത് ട്രിവിലൈസ് ചെയ്യപ്പെടുന്ന ഒരു കൺസെപ്റ്റാണോ എന്ന് എനിക്ക് സംശയം. അതുകൊണ്ട് അതിനെ പല രീതിയിലും
ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും, നമുക്ക് മോഡിഫൈ ചെയ്യാനും സാധിക്കും. കമ്പാഷൻ എന്നുള്ളത് എൻ്റെ തോന്നലേ, ഞാനത് അങ്ങനെ കൃത്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കമ്പാഷൻ എന്നത് ഒരു പക്ഷേ ഒരു ബ്രേക്ക് ചെയ്യുന്ന ഒരു ബ്രേക്കിംഗ് ഓഫ് എന്നാണ്. ഒരു ബ്രേക്കിംഗ് ഓഫ് നിലനിൽക്കുന്ന നിലവിലുള്ള അല്ലെങ്കിൽ ട്രഡീഷണലായിട്ട് നമുക്ക് കൈവരുന്നിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായി നമുക്ക് കൈവരുന്നിട്ടുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്നുള്ള ബ്രേക്കായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. അതൊരു അതുകൊണ്ട് പറഞ്ഞ ഒരു പുറപ്പാടാണ്. അതൊരു പുറപ്പാടാണ്, അതായത് പുറപ്പാടാണ്. അതൊരു പക്ഷേ നമ്മളുടെ നിലനിൽക്കുന്ന കാഴ്ചപ്പാടുകളിലോ അല്ലെങ്കിൽ സമീപനങ്ങൾക്ക് വഴങ്ങുന്ന ഒരു കൺസെപ്റ്റല്ല, ഒരു ആക്റ്റും അല്ല, ഒരു ഡിസ്പൊസിഷനല്ല, ഒരു പോസ്ചറല്ല. ഇറ്റ് ഈസ് എ ബ്രേക്കിംഗ് ഓഫ് നമ്മുടെ തന്നെ പല ബരിയേഴ്സിനും നമ്മൾ ബ്രേക്ക് ഓഫ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് കമ്പാഷൻ. പക്ഷേ ഒരു എടുത്തിച്ചാട്ടാണ്. യു കനോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് ആൻഡ് യു കനോട്ട് ഈവൻ ട്രെയിൻ ഇറ്റ്, യു കനോട്ട് ഈവൻ ട്രാൻസ്പയർ ഇറ്റ് എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത് കമ്പാഷൻ. ഒരു അപൂർവമായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ഈ മനുഷ്യരുടെ. റിപ്രൊഡക്ഷൻ ഓഫ് എ പ്രത്യേക രീതിയിലുള്ള കണ്ടീഷനിങ്ങിൻ്റെ റിപ്രൊഡക്ഷൻ അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നതെന്ന് പറയുന്ന സമയത്ത് എന്തിനാണ് ട്രെയിൻ ചെയ്യുന്നതാണ്. വാട്ട് യു മീൻ ബൈ കമ്പാഷൻ? കമ്പാഷൻ അത് റിപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ, അതായത് ഒരു അൽഗോരിതമിക്കായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ പോലെ അതിനെ കാണാൻ ശ്രമിക്കുമ്പോഴാണ്. I have to think about it as if it is something entirely new. So that you cannot reproduce it. Every moment someone becomes compassionate, it is something very new. ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. എൻ്റെ സംശയങ്ങൾ അങ്ങനെയാണ് വരുന്നത്. ഈ കമ്പാഷനെ പറ്റിയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ലെവലിലുള്ള സയൻറ്റിഫിക് ഡിസ്ക്രിപ്ഷൻ, പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ട്രെയിനിങ്ങും ഒക്കെ തന്നെ വേറെന്തിനെ പറ്റിയാണ് പറയുന്നത് എനിക്ക്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കമ്പാഷൻ എന്ന് പറഞ്ഞാൽ ആ കമ്പാഷൻ, അതായത് ഇപ്പോഴും മനസ്സിലാക്കപ്പെടുന്ന രീതിയിലുള്ള കമ്പാഷൻ എന്നുള്ളത് ഈസ് ഓൾറെഡി ദർ ഇൻ എ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഫോം. അത് നമ്മുടെ സിവിലൈസേഷൻ അത് സിസ്റ്റമാറ്റൈസ് ചെയ്തിട്ടുണ്ട്, അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. നമുക്ക് രോഗം വന്നാൽ ഉടനെ ഹോസ്പിറ്റലിൽ പോകാം, അവിടെ അതിനു വേണ്ടി തയ്യാറെടുത്ത ആളുകളുണ്ട്. നമ്മുടെ ദുരിതത്തിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ് അവർ പെയ്ഡായിരിക്കും, പക്ഷെ അവർ ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം വളരെ കഷ്ടത്തിലായിരിക്കും. നമ്മളാരെങ്കിലും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടം പറ്റി, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ കൊള്ളയടിച്ചു, അല്ലെങ്കിൽ നമ്മളെ പ്രത്യേക രീതിയിൽ ദ്രോഹിച്ചു, ഉടനെ സിസ്റ്റം അതിൻ്റേതായിട്ടുള്ള പ്രതിവിധികൾ അവിടെ ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് സമീപിക്കാം. ആ അർത്ഥത്തിൽ നമുക്ക് സംഭവിക്കുന്ന ദുരിതങ്ങളും വേദനകളും ഡിസ്ട്രെസ്സുകളൊക്കെ ദൂരീകരിക്കാൻ വേണ്ടി അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫോംസ് ഉണ്ട്. അർത്ഥത്തിൽ നമ്മളിപ്പം ധരിച്ചു വെച്ചിട്ടുള്ള കമ്പാഷൻ എന്നുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആണ് ഓൾറെഡി. നമ്മൾ ശ്രമിക്കുന്നത് വെച്ചാൽ
കൂടുതൽ അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യണം. അത്തരം കാര്യങ്ങളെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. കാരണം അത് നടക്കുന്നുണ്ട് ലോകത്ത്. അതില്ലെങ്കിൽ സാമൂഹിക ജീവിതം വളരെ വിഷമത്തിലുള്ളതായിരിക്കും. ഞാൻ പറഞ്ഞ കമ്പാഷൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ പറയണമെന്ന് വിചാരിക്കുന്ന കമ്പാഷൻ ആ അർത്ഥത്തിലല്ല. നമ്മളിപ്പം നിലനിർത്തിക്കൊണ്ടിരുന്ന ദുരിതപൂർണമായിട്ടുള്ള ജീവിതം, മനുഷ്യജീവിതം, യുദ്ധങ്ങളും ദ്രോഹങ്ങളും അങ്ങനെ ദുരിതങ്ങളുമൊക്കെ നിരന്തരം റിപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് എന്താണ് കമ്പാഷൻ, എന്താണ് ചെയ്യേണ്ടത്? അത് നമുക്ക് മുൻകൂട്ടി നമുക്ക് നൽകപ്പെട്ട ചിന്തകളുടെ സാമഗ്രികൾ കൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന ഒന്നല്ല. അത് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യേണ്ട ആവശ്യം. വി ഹാവ് ടു ഗ്രോ ഔട്ട് ഓഫ് അവർ സെൽസ്. ഞാൻ കമ്പാഷനെ പറ്റി നോക്കുമ്പോൾ അങ്ങനെയാണ് നോക്കുന്നത്. റിലിജിയനാണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തിട്ടുള്ളത്. റിലിജിയനായിരിക്കും ഏറ്റവും കൂടുതൽ കമ്പാഷൻ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നത്. ഫാമിലി ഏറ്റവും ഫാമിലിയും റിലിജിയനും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ള ലിമിറ്റേഷൻസ് ആണ് റെസ്ട്രിക്ഷൻസ്, കമ്പാഷനേറ്റ് ആവാതെ അല്ലെങ്കിൽ കമ്പാഷൻ ആവാനുള്ള ബാരിയേഴ്സ്. പക്ഷെ ഇതിൽ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ, ഇതിലുള്ള ചില ആൾക്കാർ ഇൻസ്റ്റിറ്റ്യൂഷനെ പുറത്ത് കമ്പാഷനേറ്റ് ഡിസിപ്ലിൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലീസ് എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയുന്നറിയില്ല, പറയണ്ടോ ആം പോലീസ് ക്യാമ്പ് 3-4 കണ്ണൂർ മാങ്ങാട്ടോളം കഴിഞ്ഞ 12 കൊല്ലമായിട്ട് ഒരു പാലിയേറ്റീവ് യൂണിറ്റ് റണ്ണിങ്. എല്ലാ ബുധനാഴ്ചയും ഒരു സംഘം പോലീസുകാർ ആ രജിസ്റ്റർ ചെയ്ത വീടുകളിൽ പോയിട്ട് പ്രായമുള്ള ആൾക്കാരാണ് വേണ്ട, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, അവരുടെ നിന്ന് വരുന്ന പാർട്ട്ണർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു. കാരണം നമ്മുടെ ഇവരുടെ ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു, ആ എക്സ്പീരിയൻസ് അവരിൽ എത്രമാത്രം മാറ്റുണ്ടായിരുന്നു. അതൊരു ഫാമിലി ഫീഡ്ബാക്ക്. അതൊരു നമ്മൾ സാധാരണ ഒരു പോലീസ് എന്ന് പറയുന്ന, പിന്നെ കഴിഞ്ഞ ഈ കോവിഡ് സമയത്ത് ഞങ്ങളൊരു ഹെൽപ്പ് ഡെസ്ക് റൺ ചെയ്തിരുന്നു. അതായത് ആക്സസ് ഇല്ലാത്ത ഷട്ട്ഡൗണൊക്കെ വന്നപ്പോൾ ആൾക്കാർക്ക് ഓൺലൈൻ ഒരു പൂൾ ഓഫ് ഡോക്ടേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഓൺലൈൻ ചെയ്യാവുന്ന ഹെൽപ്പ്. ഇതിൽ എൻ്റയർലി അതിൻ്റെ മെഡിസിൻ സപ്ലൈ എൻ്റയർലി നമ്മൾ പോലീസ് വെച്ചിട്ടുണ്ട്. അതായത് ആ പ്രദേശത്തെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ മരുന്ന് കൊടുക്കാനുണ്ട്, പൈസ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് തരാം, അത് വാങ്ങിയിട്ട് ഇന്ന് കിട്ടാൻ ഒരു നമുക്കൊരു സ്ഥലത്തും കിട്ടിയില്ല. ഈവൻ രാത്രി വിളിച്ചു പറഞ്ഞാൽ പോലും അവർ വളരെ ഉത്സാഹത്തോടെ അത് ചെയ്യുകയും ചെയ്തു എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ചില എലിമെന്റ്സ് അവിടെ ഉണ്ട്. പക്ഷെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കയറുന്ന വിചാരിക്കില്ല. അപ്പോൾ പോലീസിനുള്ള സ്റ്റേഷൻ്റെ ഉള്ളിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിലുള്ള ബിഹേവിയറും അതിന് നമ്മളാണ് ഈ പറയുന്ന പോലീസ് മറ്റേ ട്രെയിനിങ് കോളേജിലുള്ള വർക്ക്ഷോപ്പിൽ നമ്മൾ അറ്റൻഡ് ചെയ്തത് ഈ സാധനം ഉള്ളിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? അത് പറ്റില്ല എന്ന് നമുക്ക് ഏകദേശം അവരത് വിട്ടിട്ടില്ല. അടുത്ത ഒരു നമ്മോട് നോക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവർക്ക് ഈ എലിമെന്റ് ഉണ്ട്. ഏത് ഇൻഡിവിജ്വൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഏത് ഇൻഡിവിജ്വലിനും ഈ എലിമെന്റ് ഉണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷെ സിസ്റ്റം ചിലപ്പോൾ അവരെ സമ്മതിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അതിൻ്റെ റെസ്ട്രിക്ഷൻസ് അവർ ഇന്റേണലൈസ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആസ് എ ഹ്യൂമൻ ബീയിങ് എസെൻഷ്യലി ബേസിക്കലി ഒരു കമ്പാഷനേറ്റ് എലിമെന്റ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യപ്പെടണമെന്നില്ല. പക്ഷെ അതവിടെ ഉണ്ട്. പക്ഷെ അതിൽ ഈ പാലിയേറ്റീവ്, കേരളത്തിലെ പാലിയേറ്റീവ് കെയർ മൂവ്മെൻറ്റിൽ ഏറ്റവും എന്താ പറയുക, ഒരു ബ്രേക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിസ്റ്റത്തിന് പുറത്തേക്ക് അത് തുടങ്ങി വളരെ ഇന്നോവേറ്റീവ് ക്രിയേറ്റീവായിട്ട് ആയി എന്നുള്ളതാണ്. പക്ഷേ ഇതിനെയെല്ലാം വീണ്ടും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആകുന്നുണ്ടല്ലോ. പക്ഷെ ആ മൊമെൻറ്റിലുള്ള ഒരു സംഭവം ആണ് അതിനകത്ത് ഏറ്റവും വലിയ ക്രിയേറ്റീവായിട്ടുള്ളത്. വീണ്ടും അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ആകുന്ന കാര്യവും നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ അത് ഗവൺമെൻറ് ഏറ്റെടുത്ത് അതെ. ഇപ്പോൾ ജസ്റ്റ് മെക്കാൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് ഫണ്ടിൻ്റെ ഹെൽത്തിൻ്റെ ഇത്ര പാലിയേറ്റീവ് കെയറിന് വെക്കണമെന്നുണ്ട്. അത് എന്താണ്, അതൊന്ന് ഇൻറ്റേർണലൈസ് ആയിട്ടൊന്നുമല്ല, ഇത്ര കാര്യങ്ങൾ ഇങ്ങനെ മെക്കാനിക്കലായിട്ട് ചെയ്യുന്നു. അപ്പോൾ അത് നിങ്ങൾ തുടങ്ങിയ ആ ഒരു ക്രിയേറ്റീവ് സംഭവത്തിനെ വീണ്ടും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് അതും കൂടി നമ്മൾ കാണേണ്ടത്.
അതവിടെ നടന്നോട്ടെ. നിങ്ങൾ ഇവിടെ കേരളത്തിൽ ഇപ്പോൾ 1100 പാലിയേറ്റീവ് കെയർ പഞ്ചായത്തുകൾ റൺ ചെയ്യുന്നുണ്ട്. പക്ഷേ 600 എണ്ണം ഇപ്പോഴും നോൺ ഗവൺമെൻറ് ഗ്രൂപ്പുകൾ റൺ ചെയ്യുന്നുണ്ട്. അതിലെ തന്നെ 200 പൊളിറ്റിക്കൽ പാർട്ടീസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കൂടി വരുന്നുണ്ട്. മറ്റേത് 1100 നിന്നു, കാരണം അത് 1100 LSTA ആണ്. പക്ഷെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് അതിന് പുറത്തുള്ള സ്ഥാനങ്ങളാണ്. അതിന് ഉള്ളിലുള്ള സ്ഥാനത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിക്കുന്നത്. ഇത് പക്ഷേ ഈ അറ്റംപ്റ്റ് സ്ഥിരമായിട്ടുണ്ടാവും. ഒന്ന് ഇവോൾവ് ചെയ്ത് വരുമ്പോൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ കമ്പാഷനേറ്റ് സിറ്റീസ്, കമ്പാഷനേറ്റ് ഫോമൽ കമ്മ്യൂണിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ലേബലും അതിൻ്റെ ചാർട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ ഒരു മൊത്തത്തിലൊരു ഫോർമലൈസ് ചെയ്യാനുള്ള ശ്രമം. അത് പക്ഷേ എനിക്ക് തോന്നുന്നത് സ്വതവേ പക്ഷെ അതിനെ ഓവർകം ചെയ്ത് പോകാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അല്ല ഇല്ല, രണ്ടും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടും ഉണ്ട്, രണ്ടും കാണേണ്ടതുണ്ട്, ഒന്ന് മാത്രം കണ്ടപ്പോൾ. ഏകദേശം 50 വർഷമായിട്ട് കോഴിക്കോട് നഗരത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. ഈ നഗരത്തിൻ്റെ നരകങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ട്, അതിനും ഗുണങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം നമ്മുടെ ഹൈലൈറ്റ് മോളിൻ്റെ ആ ഫുട്പാത്തിൽ ഒരു മനുഷ്യൻ കുഴഞ്ഞ് വീണപ്പോൾ അവിടെ ആദ്യം ഓടിയെത്തിയത് അവിടുത്തെ തൊഴിലാളികളെ, പിന്നെ കുറച്ച് ചെറുപ്പക്കാർ. അവരുള്ളിൽ തന്നെ പോലീസിനെ വിളിക്കുന്നു. പോലീസ് ഇയാളെ എങ്ങോട്ടാ കൊണ്ടുപോയി നമുക്കറിയില്ല, കൊണ്ടുപോകുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഇവരുടെ മുന്നിൽ കമ്പാഷൻ ഇല്ല, പിന്നെ ഈ പറഞ്ഞ സിമ്പതി ഇല്ല, വേറൊരു സാധനം വരുത്തില്ല. ഇവർക്ക് ആരും ഒരു ക്ലാസ് കൊടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇത് സിവിലൈസേഷൻ്റെ ഭാഗമായിട്ട് പിന്നെ ഉണ്ടായിട്ടുള്ള ഒരു ബോധമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് പിന്നെ കമ്പാഷനെ കുറിച്ചും സിമ്പതിനെ കുറിച്ചും എമ്പതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഈ തൊഴിലാളികൾക്ക് ആരായി ക്ലാസ് കൊടുത്ത്? ആരും ക്ലാസ് കൊടുത്തിട്ടില്ല. അത് പിന്നെ നമ്മുടെ സമൂഹം സിവിലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ മോശമാണെന്നല്ല പറഞ്ഞത്. അതിലൂടെ പുതുതായിട്ടുള്ള വെളിച്ചം കിട്ടുന്ന ആൾക്കാരുണ്ട്, അവർ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അത് വളരെ ശക്തമായിട്ടുള്ള നെറ്റ്വർക്കുകളും മറ്റു മറിച്ചൊക്കെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അത് ആ രീതിയിലുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ആയിരിക്കാം. പക്ഷെ പെട്ടെന്നൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് പ്രതികരിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് ഒരു പ്രാഥമിക ധാരണ ഇവർക്കൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ ഈ ചുമട്ടുതൊഴിലാളികൾ കൂടി വരണം. ചുമട്ടുതൊഴിലാളികൾ കൂടി വന്നിട്ട് ഈ ചുമട്ടുതൊഴിലാളികൾ ഒരിക്കലും പരിചയമില്ലാത്ത ചെറുപ്പക്കാർ കൂടി കൂടുന്നു. എന്നിട്ടുടനെ തന്നെ അവർ പോലീസിനെ ഫോൺ ചെയ്യുന്നു, പോലീസിൻ്റെ വണ്ടി വരുന്നു, അവർ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇത് നമ്മുടെ സിവിലൈസേഷൻ്റെ ഭാഗമാണില്ല എന്നാണ് എൻ്റെ ഒരു സംശയം. അവരുടെ മറ്റു പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം എന്നല്ല ഉണ്ട് പറഞ്ഞിട്ടുണ്ടാവുക. അതായത് കാണുന്നില്ല, അഭിപ്രായ വ്യത്യാസമല്ല. ഈ നമ്മുടെ നാട്ടിലൊരു രാഷ്ട്രീയ പ്രവർത്തകനാകാം. ഞാനൊരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകനാകാനുള്ള പരിശീലനം എന്ന് വെച്ചാൽ ഒരു മരണം ഉണ്ടായാൽ, ഒരു വീട്ടിലെന്തെങ്കിലും ആവശ്യമുണ്ടായാൽ അവിടെ എത്തുക, അവിടെ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുക എന്നുള്ളതാണ്. അതൊരു പരിശീലനമാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പരിശീലനമാണ്. അതിലൂടെ ആർജിക്കുന്ന വാല്യൂസ് ഉണ്ട്. അത് മോശമെന്ന് അഭിപ്രായമില്ല. പക്ഷേ ഇത് എവിടെയാണ് ഇതിൻ്റെ പ്രശ്നം മനസ്സിലാക്കുന്നത്? വേറൊരു രാഷ്ട്രീയ പാർട്ടി ഇതേപോലെ BMS സപ്പോസ് തൊഴിലാളികൾ മാത്രമേ അവർക്ക് പറഞ്ഞു. അപ്പോൾ അവിടെ ഉള്ളത് BMSന്റെ പ്രവർത്തനമാണെന്ന് വിചാരിക്കാം. ഇവർ തമ്മിലുള്ള മത്സരം പിന്നെ ഈ സോക്കോൾഡ് കരുണയുടെ ക്ഷേമ പ്രവർത്തനത്തിൽ കുത്തകയാക്കുന്നതിൻ്റെ ഒരു അടിപൊളി നടക്കും. അപ്പൊ അത് പരിശീലനം തന്നെയാണെന്നാണ് എൻ്റെ പിന്നെ ഫുട്പാത്തിലൂടെ നടന്നു വന്ന ചെറുപ്പക്കാരെന്തിനാണ് ഇടപെടുന്നത്? അങ്ങനെയല്ല പറഞ്ഞത്. അത് ആ ഒരു വാല്യൂ അവരുടെ ലൈഫിലേക്ക് വരുന്നത്, തൊഴിലാളികളൊക്കെ അവരുടെ വാല്യൂ ആ ലൈഫിലേക്ക് വരുന്നത് ഇടപെട്ട് ശീലിച്ചതുകൊണ്ടാണ്. അതിന് മുമ്പുള്ള തലമുറ അവരങ്ങനെ ശീലിച്ചതോടുകൂടിയാണെന്നാണ് ഞാൻ പറയുന്നത്. അത് മോശമായിട്ടുള്ള അഭിപ്രായമോ അതൊരു കേരളത്തിന്റെ ഒരു പൈതൃകമായിട്ടാണ് നമുക്ക് കേരളത്തിൽ അങ്ങനെ ഒരു രീതിയുണ്ട്, ഇങ്ങനെ പ്രവർത്തിക്കുന്ന രീതിയുണ്ട്. അതിന് ചില വാല്യൂസ് ഉണ്ടായിരിക്കാം. പക്ഷെ ഇതിന്റെ പേരിൽ അടി നടത്താറുണ്ട്. ഈ കുത്തകയുടെ പേരിൽ എന്താ നാട്ടിൽ അടി നടത്താറുണ്ട്? ഒരു വീട്ടിൽ മരണം ഉണ്ടായാൽ 4 ബോഡി പേരിൽ 2 പാർട്ടിക്കാരും അടിപൊളി നടത്താം. അത് കാര്യത്തിലാണോ അടി നടത്തുന്നത്?
അതൊക്കെ വളരെ കോമൺ. വേറൊരു കാര്യം പറയട്ടെ, ഈ വീട്ടിലിങ്ങനെ ഭർത്താവ് അടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയും എല്ലാം ചെയ്യുന്ന സ്ത്രീകൾ വീണ്ടും അയാളെ വളരെ നന്നായിട്ട് പരിചരിക്കുമല്ലോ, നല്ല ഇതായിട്ട്. അത് കമ്പാഷനാണോ? ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇത് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളല്ലേ പൊതുവെ പബ്ലിക്കിലെ കാര്യം മാത്രമാണ് നിങ്ങൾ പറയുന്നത്. ഇത് ഓരോ വീട്ടിനകത്തും ഭയങ്കര കമ്പാഷനാണ് സ്ത്രീകൾക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. നാട്ടിലെ പ്രവർത്തകരാണ്. അവരുടെ എനിക്ക് മറ്റെല്ലാവരും രാഷ്ട്രീയമുണ്ട്. അപ്പം പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അതായത് ഇത് വളരെ സട്ടിലായിട്ട് നോക്കിയാൽ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ എങ്ങനെയാണെന്ന് പറയുന്നത്. അതൊരു രാഷ്ട്രീയ പ്രവർത്തന രീതിയാണ്. അത് നമ്മൾ അംഗീകരിക്കും. ഭയങ്കര മത്സരമാണ്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ ഭയങ്കര മത്സരമാണ്. അതൊരു രാഷ്ട്രീയ പ്രവർത്തന രീതിയാണ്. റവല്യൂഷണറി എന്ന് പറയുന്ന സംഘടനകൾ പോലും ചാരിറ്റിയിലാണ് വല്ലാതെ ഓറിയന്റഡ് ഇരിക്കുന്നത്. അപ്പം ചാരിറ്റി കണ്ണൂരിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് അതങ്ങനെ ഐഡന്റിറ്റി വേറെ ഇഷ്യൂ ആയിട്ട് മാറ്റേണ്ടതില്ല. ദിലീപ് പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു. കേരളം മൊത്തത്തിൽ ഈ ചാരിറ്റി വലിയൊരു സംഭവമാണ്. അതെ അതെ, അത് വലിയൊരു ഞാനിപ്പോ കോഴിക്കോടാണ്. സീന എന്നിട്ട് പഠനം സ്റ്റഡി നടത്തിയ സീനയുടെ തീസിസാണ് പുള്ളിക്കാരി. പലതരത്തിലുള്ള അസോസിയേഷൻസ് പബ്ലിക് ഈ ചാരിറ്റിയിലാണ് പോകുന്നത്. അല്ല, അവരെ ആത്മാർത്ഥത ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. വാല്യൂസ് ജെന്യൂനാണ്. പക്ഷെ അതിന്റെ അടിയിൽ ആ ഡൈനാമിക്സ് വർക്ക് ചെയ്യുന്നത് അവരോട് പറഞ്ഞതുപോലുള്ള ഒരു ഇതിൽ ഡൈനാമിക്സിലല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവര് അവിടെ ഇപ്പം ഹൈലൈറ്റ്സ് മാളിന്റെ മുമ്പിലാണ് ഇരിക്കുന്നതെങ്കിലും മാളിന് മുമ്പ് അതൊരു ഗ്രാമപ്രദേശമല്ലേ അല്ലേ? അതെല്ലാം ഗ്രാമപ്രദേശമല്ലേ? അതുകൊണ്ട് അവരെ ആർജിച്ച ആ വാല്യൂസിനുമായിട്ട് അവിടെ ഞാൻ ഒട്ടും നിലവർത്തി കണ്ടുകൊണ്ടല്ലേ. പക്ഷെ അതിൽ ട്രെയിനിങ് ഉണ്ട്, പരിശീലനമുണ്ട്. നിസാർ പറഞ്ഞ പോലെ പ്രയോഗങ്ങൾ ട്രെയിനിങ് ആണെങ്കിൽ അത് കൃത്യം രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്നുള്ള ഇങ്ങനെ നിഷ്കളങ്കമായി ഉണ്ടായി വരുന്നതല്ലാതെ ട്രെയിനിങ് മാത്രമൊന്നുമില്ല. അപ്പോൾ ഒരാളെ സുഖമില്ലാതെ കിടക്കുകയാണ്, പാരസെറ്റമോൾ വാങ്ങിക്കാൻ 10 രൂപ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കാതെ എടുത്തു കൊടുക്കുന്നില്ല ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അത് ട്രെയിനിങ്ങിന്റെ ഭാഗമല്ല, അത് സിവിലൈസേഷന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ സഹജീവികളുടെ സ്നേഹത്തിന്റെയും സിമ്പതിയുടെയും ഭാഗമാണ്. അതിനൊരു മറുപടി ഉണ്ട്, അത് കുറച്ച് പ്രോസീറ്റീവാണ്. ഇപ്പൊ നമ്മളെ പക്ഷെ ടി ചന്ദ്രസേന നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഈ പറയുന്ന ആയിട്ട് കായികമായി നേടാനുള്ള പരിശീലനം കൊടുക്കുന്നതിന്റെ നേതാവുമായിരുന്നു. ആ ക്യാമ്പിൽ പങ്കെടുത്ത ആൾക്കാർ എന്റെ മനസ്സിലുണ്ട്. ഇത് 2 വരെ സമയത്ത് ഞാൻ അത് പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞത് അവർ വളരെ ജെനുവിനായ മനുഷ്യന്മാരാണ്, അവരുടെ വാല്യൂസ് ജെനുവിനാണ്. ഇത് രണ്ടും കോൺഫ്ലിക്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും എന്റെ പോയിട്ടുണ്ട്. ഈ ചാരിറ്റിയുടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ചാരിറ്റിയുടെ ഒരു പ്രശ്നം ഇപ്പം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഹെൽത്ത് മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചാരിറ്റിയുടെയാണ്. ഇപ്പോൾ ഒരുപാട് വലിയ വലിയ ഹോസ്പിറ്റലുകൾ വന്നിട്ടിപ്പോൾ എല്ലാവരും ഒരു സീരിയസ് ആയ അസുഖമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പിരിവെടുക്കുക എന്നുള്ളതാണ്. അവർക്ക് വേണ്ടി പിരിവെടുത്തിട്ട് ഈ വലിയ ആശുപത്രികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. സാധാരണ മനുഷ്യർ വീണ്ടും അവരുടെ കയ്യിൽ നിന്ന് പണം എടുത്തിട്ട് ഈ ആശുപത്രികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു 40 ലക്ഷം രൂപ നമ്മള് സാധാരണക്കാരനെ കൊടുത്തിട്ട് അത് ആസാദോട് കൊടുക്കുന്നു. അതെ അതാണ് വീണ്ടും സംഭവമാണ്. അപ്പൊ ഈ ആശുപത്രികൾക്ക് എന്തുകൊണ്ട് ഈ ചാരിറ്റി ചെയ്തുകൂടാ? അതാരും ചോദിക്കുന്നില്ല. കുറച്ചവർക്ക് ചെയ്യാമല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലായിരിക്കും.
കുറച്ച് അവർ പൈസ ഉള്ളവരുടെ ഇത് മേടിച്ചിട്ടില്ലാത്തവർക്ക് കൊടുത്തൂടെ. ഇതിപ്പോൾ എല്ലാവരും പിരിവ് ഓരോ രോഗികൾക്കും വേണ്ടി വീണ്ടും പാവപ്പെട്ട ആൾക്കാരുടെ ഇന്ന് പിരിവെടുക്കുന്നു. പക്ഷെ ഇതാരും ഇത് പറയുന്നില്ല. അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു. ഈ ചാരിറ്റി എന്ന് പറഞ്ഞ തരത്തിലുള്ള ഒരു കുറ്റബോധത്തിൽ നിന്ന് വരുന്നതാണ്. കുറെ കാശൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് ആളുകൾക്ക് കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അത് ആ കാശ് ഉണ്ടാക്കുന്നതിന്റെ ഒരു ക്രൈം ഉണ്ടല്ലോ, ആ ക്രൈമിൽ നിന്ന് വിമോചിതമാവും അല്ലെങ്കിൽ വിമോചിതയാവും. തരത്തിലുള്ള എന്തൊക്കെ ലോജിക്കതിനകത്ത് കുടിച്ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ട് ഇഷ്യൂകൾ നമ്മൾ സംഭാവന കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു രോഗിയായിട്ടുള്ള സംഭാവന കൊടുക്കാൻ ആളുകൾക്ക് കൂടുതൽ താല്പര്യമുണ്ട്. അവര് നമ്മളെ മാളിലൊക്കെ ചെല്ലുമ്പോൾ അവരതിന് കൊടുക്കും പൈസ. ഞാൻ കൊടുത്തതിനിപ്പോൾ അവർ ഫോം ഫിൽ ചെയ്യണം. ഞാൻ അതെന്തിനാ അപ്പൊ ലക്കി ഡ്രോ ഉണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർ ഇങ്ങനത്തെ. അപ്പൊ എനിക്ക് ആകെപ്പൊത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് കൊടുത്തു പോയി. അപ്പൊ ഞാൻ പറഞ്ഞത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോ, എനിക്കത് ആ ഫോം ഫിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പം അങ്ങനത്തെ ഒരു നമ്മൾ ഇതെനിക്ക് കുറച്ച് ഷോക്കിംഗ് ആയിരുന്നു. ലക്കി ഡ്രോയില് നമുക്ക് കാറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ആ ഫോം ഫിൽ ചെയ്യാൻ ബുദ്ധിമുട്ട്. ഞാൻ എന്നിട്ട് ആ കുട്ടീനെ എടുത്ത് പറഞ്ഞു കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ അടുത്ത ദിവസം നമ്മൾ തൃശ്ശൂർ പൂരം എക്സിബിഷൻ വന്നപ്പോ ഇവിടെ തന്നെ കുട്ടികള്. അപ്പൊ ഞാൻ എന്നിട്ട് അവിടുന്ന് ഞാൻ തന്ന ആ ചേച്ചിനെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു സാധനം എനിക്കല്ല. ആ കുട്ടി അത് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് ആ ഫോം ഫിൽ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഉള്ളതാണ്. അതായത് റംസാനിൽ നിങ്ങൾ ഒരു പുണ്യകർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾ സാധാരണ മറ്റു കാലഘട്ടങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ എത്രയോ 80,000 എന്ന് പറയാം. അത്രയും ഇരട്ടി കൂലിയുണ്ട്. എനിക്ക് പഠിക്കാനുള്ള ഒരു കാര്യം നിങ്ങളെങ്ങനെ ഈ ചാരിറ്റിയിൽ നിന്ന് കമേഴ്ഷ്യലൊക്കെ ചാടിയത്? എനിക്കൊന്നും കിട്ടിയ തിരക്കണം. ഈ ചാരിറ്റിയിൽ നിന്ന് നിങ്ങളെങ്ങനെ കമേഴ്ഷ്യലൊക്കെ ചാടി അതൊന്ന് പറഞ്ഞു തന്നാൽ തിരക്കില്ല. ചാരിറ്റി ഒരാള് ചാരിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാൾ കമ്പാഷനേറ്റ് ആണ് എന്നുള്ള അസംഷൻ സൊസൈറ്റിയെ ആണെന്ന് വിചാരിക്കുന്നു. ചാരിറ്റിയും കമേഴ്ഷ്യലും കമ്പാഷനേറ്റ് ആക്ട് ആണ് സമൂഹത്തിൽ നിൽക്കുന്നവർ. അങ്ങനെ ചടങ്ങ് വരുന്നുണ്ടാവും ചിലപ്പോ. ഇപ്പൊ ഉദാഹരണം നമ്മള് കുറച്ചുകൂടെ ഹയർ ലെവലില്, അതായത് ഈ ATG എന്ന് പറഞ്ഞൊരു സാധനം ഇൻകം ടാക്സ്. പക്ഷെ നമ്മള് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ATG ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ വരുന്ന ഡോണർ അയാൾക്ക് ATG കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അയാള് നമുക്കിപ്പം 2,000 രൂപ തന്നാൽ അയാളുടെ ടാക്സിൽ 200 രൂപ കൊണ്ടാണ്. അയാൾ 2,000 രൂപ നമുക്ക് തന്നില്ലെങ്കിൽ ആ 2,000 രൂപ അയാളുടെ കയ്യിൽ. അപ്പൊ ഇത് ഇങ്ങനത്തെ ചില ഇൻസെന്റീവ്സ് ആക്ച്വലി അതിന്റെ കൂടെ ആഡ് ഓൺ ആണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. കാരണം ഈ ATG ഇൻകം ടാക്സ് റിലീഫ് കിട്ടുമെന്ന് വെച്ചിട്ട് ഇതുവരെ ഒരു ഡൊണേഷൻ അത് കോർപ്പറേറ്റ് സംഭവമാണ്. അത് ആയിക്കോട്ടെ അല്ല ആയിക്കോട്ടെ CSR സെപ്പറേറ്റ് ആണ്. ATG എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡോണർക്ക് ടാക്സ് കൊടുക്കുന്നത്. അത് പക്ഷെ അതൊരു പേരിന് കാലാകാലമായിട്ട് അവിടെ ഉണ്ടെന്നല്ലാതെ ഏതെങ്കിലും ഒരു ഡോണർ, അതുപോലെ നിങ്ങളിപ്പോ ഒരു ഡൊണേഷൻ കൊടുത്താൽ നിങ്ങൾക്ക് ഒരു തർക്കട്ടെടുത്ത് കാർ കിട്ടുന്നുണ്ട്, ആ കാറിന് വേണ്ടി ഡൊണേഷൻ കൊടുക്കുന്ന ആൾക്കാർ വേണ്ടെന്ന് വെക്കാനും പറ്റില്ല. എനിക്ക് വേണ്ടെന്ന് അവരോട് അതെ അല്ല ഞാൻ പറഞ്ഞത് ആലോചിക്കുമ്പോ നമ്മള് കമ്പാഷനേറ്റ് ആവുമ്പോ ഇങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻ
അല്ലാണ്ടും വരുന്ന കാര്യമാണ് പറയുന്നത്. കമ്പാഷനേറ്റ് ആവാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ മോട്ടിവേഷൻ എനിക്ക് വേണ്ടെന്ന് എന്ന് ഞാൻ പറയുന്നു. ഫോം ഫില്ല് ചെയ്യാൻ വയ്യ. ഞാൻ ഫില്ലൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു, ഇത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോ. അങ്ങനെ ആളുകൾ വിചാരിക്കുന്നതിനെ കുറിച്ച് അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അനാവശ്യമായ ചർച്ചകളൊന്നും ഓക്കെ. നമ്മൾ ഡിസ്കഷൻ വേറെ ആയിപ്പോയി. അതെ, ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡിനെ കുറിച്ച് കഴിഞ്ഞ മുതലായി നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങളിലെ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് ഇതിനെ പറ്റിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ എവിടെ പോയി നമ്മുടെ തന്നെ പക്ഷെ ചൂസ് വിചാരിക്കുന്ന കാര്യങ്ങളോട് സ്റ്റഫ് ആകുമ്പോൾ again we have to talk about compassion എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. So I request you to start. മനസ്സിലായി. Again, sir പറഞ്ഞു വെച്ച വാചകമാണ്. We have to probe again about what compassion. അതിന്റെ ആവശ്യം Please. അത് സമയം അല്ല, ഈ ഒരു ഇപ്പൊ രണ്ടാമത് പറഞ്ഞു തുടങ്ങിയല്ലോ, ആ മറ്റേ മൊമെന്റ്, ആ ഒരു സാധനത്തിന്റെ അതൊന്നും കൂടി കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇപ്പൊ ഈ രണ്ടാമത് ഇപ്പൊ പറഞ്ഞു തുടങ്ങിയ ഇപ്പൊ ഞാനൊന്നും പറഞ്ഞു ഇപ്പോഴല്ല, കുറച്ച് മുമ്പ് ഈ ഡിസ്കഷന് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അതൊരു പൊട്ടി പുറപ്പാടാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ, അതൊന്നും കൂടി ഒന്ന് ഇത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് കിട്ടിയാണ്. ഞാനതിന് ഒരു ചെറിയ പോയിന്റ് പറയാം. ഈ കമ്പാഷൻ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് മാറുന്ന ഒരു സ്ഥാപനവൽക്കരിക്കുന്ന സാധനമാണ് ചാരിറ്റി. നമുക്ക് വളരെ ക്യാഷുമായിട്ടാണ് ആ ടോക്ക് നടത്തിയതിൻ്റെ. അതിപ്പോ കേരളത്തിലോ നമുക്ക് അറിയുന്ന സ്ഥലത്ത് കേരളമാണ്, അവിടെ ഈ ചാരിറ്റി വലിയൊരു സംഭവമായിട്ട് ഒരു സ്ഥാപനമായിട്ട് വളർന്നു. ഇത് നന്മ മരുന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ ഇത് ഈ കമ്പാഷനായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് വേറൊരാളുടെ ദുഃഖത്തിൽ നമ്മൾ അതിനോട് താതാത്മ്യം പ്രാപിച്ചിട്ട് അവരെന്താണോ അനുഭവിക്കുന്നത് അതിനെ മറികടക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇത് ഒരു എപ്പളറ്റിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കമ്പാഷൻ തന്നെ ഒട്ടും പൊളിറ്റിക്കൽ അല്ലാത്ത എന്തോ തരത്തിൽ ഭയങ്കര ഈ വെസ്റ്റേൺ ഇൻട്രസ്റ്റുള്ള അല്ലെങ്കിൽ ഈ ചെയ്യുന്ന ആളുകൾക്ക് സൊസൈറ്റിയിൽ വേറൊരു തരത്തിലുള്ള മൈലേജ് ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അത് ഈ കമ്പാഷന്റെ വേറൊരു നെഗറ്റീവായിട്ടുള്ള സംഭവമായിട്ട് തോന്നുന്നു. അപ്പൊ അതൊരു ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സാധനമാണ്. ചാരിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള അനുഭവം പറയാം. എന്റെ നാട്ടില് ഒരു ടീച്ചർമാര് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഗ്രൂപ്പൊക്കെ തുടങ്ങി നിങ്ങൾ കാണുന്ന ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചാരിറ്റി എന്ന സംഭവം നടത്തുന്നു. അവിടെ ഷെയിം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ നേരിട്ടൊരു സംഭവമാണ്. അതായത് നമ്മളൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുകയും അവിടെ എല്ലാവരും പൈസ ചോദിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പൈസ കൊടുക്കാൻ വേണ്ടി അവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ, ഒരുപാട് ഫാക്ടർ ഉണ്ടാവും. ഈ പറയുന്ന കമ്പാഷൻ ഉണ്ടായിരിക്കാം, മറ്റൊരു പല രീതിയിലുള്ള കൺസെപ്റ്റുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഷെയിം എന്ന് പറയുന്ന ഒരു ഫാക്ടർ വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ ഒരു പൊതുമധ്യത്തിൽ നമ്മളിത് ചെയ്തില്ലെങ്കിൽ അതൊരു മോശമാണ്. ഇപ്പോ നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈലൈറ്റ് മാളിന് മുന്നിൽ പിന്നെ ഒരു ദിലീപ് പറഞ്ഞ പോലെ പരിശീലനം എന്ന് പറയുന്നത് ഞാൻ പരിശീലിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നൊരു കോണ്ടെക്സ്റ്റിൽ ഞാൻ സഹായിച്ചില്ലെങ്കിൽ അത് നാണക്കേടാണ് എന്ന് പറയുന്ന ഒരു പരിശീലനം കൂടെ ഉണ്ട്. അതൊരു മോശമാണ് എന്ന് ഒബ്വിയസ്ലി ഞാനും പറയുന്നില്ല. ഈ ഷെയിം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടെ അവിടെ പല രീതിയിലും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അതായത് ഒരു പൊതുമധ്യത്തിൽ നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ അതൊരു മോശമല്ലേ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് പിന്നെ എന്താണ് ഈ റിയൽ കമ്പാഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ എന്നൊക്കെ ഒരു ചോദ്യമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറയുന്ന ആരും ഇല്ലാത്തൊരവസ്ഥയിൽ പോലും നമുക്കൊരു സഹജീവിയോട് ഈ രീതിയിൽ തോന്നുന്ന ആ ഒരു മൊമെന്റ് പല രീതിയിലായിട്ടുണ്ടാവും. ഒരു സിനിമ കണ്ട ഒരു മൊമെന്റ് ഉണ്ട്. അതായത് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഒരു സിനിമയാണ്. അപ്പൊ ആ സിനിമയിൽ സ്റ്റീഫൻ ഹോക്കിങ് ഈ പറയുന്ന ഈ ഒരു മോട്ടോർ ന്യൂറോൺ പറയുന്ന ഒരു ഡിസീസ് അനുഭവിച്ചുകൊണ്ട് സ്റ്റീഫൻ ഹോക്കിങ് ഒരു ഒരു പടി കയറാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന ഒരു മൊമെന്റ് സ്റ്റീഫൻ ഹോക്കിങ് മുകളിലേക്ക് നോക്കുന്നുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ വാച്ചിങ് ദാറ്റ് മൂവി. ആ ഒരു പർട്ടിക്കുലർ മൊമെന്റ് കാണുമ്പോൾ എനിക്ക് ഈവൻ ദോ ഐ വാസ് വാച്ചിങ് ദാറ്റ് മൂവി
സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഒന്ന് കൈപിടിച്ച് മുകളിലേക്ക് കയറ്റാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു മൊമെന്റ് എനിക്ക് തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു കമ്പാഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന സംഭവങ്ങളുടെ പുറത്ത് കടക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ, അതെല്ലാം പുറത്ത് കടന്നുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കമ്പാഷൻ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്. പക്ഷെ ഈ പറയുന്ന സുഹൃത്തുക്കളെല്ലാം പറഞ്ഞ പോലെ ചാരിറ്റി എന്ന് പറയുന്ന സംഭവത്തിൽ പലപ്പോഴും ഷെയിം എന്ന് പറയുന്ന ഒരു ഘടകം വളരെയധികം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വൈൻഡപ്പ് ചെയ്യാം, സമയം 1:30. കൺക്ലൂഷൻ കൺക്ലൂഡ് ചെയ്തില്ലേ? അടിച്ച് പൊടിച്ച് നമ്മൾ പൊളിച്ചു കളഞ്ഞു. അത്രയും സന്തോഷം. വാറിന് ശേഷം വന്നിട്ടുള്ള ഒരു ഇതാണ് പറഞ്ഞത്. അത് ശരിയാവുന്ന അതായത് ഇപ്പൊ ഈ നമ്മൾ പറയാൻ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞു, ബോഡി സെന്റേർഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞു ഒരു സംഗതി ചിലപ്പോൾ ഈ ടിബറ്റൻ വാറിന് മുമ്പ് തന്നെ വെസ്റ്റിൽ ഉള്ളൊരു സംഗതി. ചിലപ്പോൾ അത് ബുദ്ധിസത്തെ ചിലപ്പോൾ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഈ പറഞ്ഞ ടിബറ്റൻ ബുദ്ധിസ്റ്റുകളുടെ അതിന് ശേഷം ഈ കമ്പാഷൻ എന്ന് പറയുന്ന ആശയമൊക്കെ വെസ്റ്റ് അപ്രോപ്രിയേറ്റ് ചെയ്ത ഒരു സാധനം. അതായത് അതിന് മുമ്പ് തന്നെ ഈ ബോഡി സെന്റേർഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി, ന്യൂ ഏജ് സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഉണ്ടല്ലോ ഓൾറെഡി. ഈ 51 മുമ്പ് തന്നെ, ഇത് 50-51 കാലഘട്ടത്തിലല്ലേ. ഉദാഹരണത്തിന് ഇപ്പം ഈ മറ്റ് ഈ ഫിലോസോഫിക്കൽ തിങ്കിങ്ങിൽ തന്നെ ഇപ്പം ഹൈഡഗറൊക്കെ അന്ന് തന്നെ ബുദ്ധിസ്റ്റുകളുമായിട്ടുള്ള ഡിബേറ്റ് നടക്കുന്നു, സുസുക്കിയൊക്കെ ഉണ്ടാകുന്ന ചർച്ചകളൊക്കെ. അപ്പൊ അത് ഒരു ആ രീതിയിൽ തന്നെ വന്നിട്ടുള്ള സംഗതിയായിരിക്കും. മുമ്പ് തന്നെ ഡിസ്കോഴ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കമ്പാഷൻ എന്ന ആശയത്തിൻ്റെ അത് റീസെൻ്റ് ആയിട്ട് വന്നത്. കമ്പാഷന് ഇത്രയധികം പ്രോഗ്രാമിൽ വന്നിട്ട് അംഗീകാരമായിട്ടില്ല. കമ്പാഷൻ നമ്മളൊരു ഡിസ്കോഴ്സ് സയൻസ് ആൻഡ് ഫിലോസഫി അതൊക്കെ വന്നിട്ട് റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. നമ്മുടെ കമ്പാഷൻ റിസർച്ച് ഒരു കഴിഞ്ഞ ദശകത്തിലാണ് കൂടുതൽ വന്നിട്ടുള്ളത്, വളരെ റീസെൻ്റാണ്. അതല്ലെങ്കിൽ മത് പറഞ്ഞ പോലെയാണെങ്കിൽ വളരെ മുമ്പ് തന്നെ അത് തുടങ്ങണ്ടായിരുന്നു. റീസെൻ്റ് ആയിട്ടുള്ള മാത്രമല്ല ഓരോരുത്തരും സ്കോളേഴ്സ് പലരും ബുദ്ധിസം കൺവേർട്ട് ചെയ്യുന്നു. പലരും റീസെൻ്റ് ആയിട്ടുള്ള അവരാണ് ഇതിനെപ്പറ്റി കൂടുതൽ എഴുതുന്നത്, കമ്പാഷനെ പറ്റിയിട്ട് എഴുതുന്നത്. ഞാൻ പറഞ്ഞ സ്കോളർഷിപ്പും പഠനങ്ങളും ഒക്കെയാണ് കമ്പാഷനെ പറ്റിയിട്ടുള്ള. പിന്നെ പൊതുമേഖലയിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യുക, അതൊക്കെ ചെയ്യുന്ന ഒരു റീസെൻ്റ് ആയിട്ടുള്ളത്. ഇത് ഒരു ഞാനീ പറഞ്ഞ കാര്യം ഒരു കൺജക്ചറാണ്. അതൊരു എനിക്കങ്ങനെ തോന്നിയതായിട്ട് ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്.
നമ്മുടെ പതിവ് ചിന്തകളുടെ കുടുക്കുകളിൽ നിന്ന് നമ്മൾ മോചനം നേടിയത് കമ്പാഷനെ പറ്റി ചിന്തിക്കാനേ പറ്റുള്ളൂ. ചിന്തയുടെ കുടുക്കുകൾ സാധാരണ കമ്പാഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ പല സമയത്ത് പ്രവർത്തനക്ഷമമാവുന്ന ഒരു സംഭവമാണല്ലോ കമ്പാഷൻ. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ആകമാനം തന്നെ ഈ കമ്പാഷൻ ഉണ്ട്, പലതരത്തിലുണ്ട്. ഇപ്പോൾ നേരത്തെ നിസാർ പറഞ്ഞതുപോലെ ഒരാൾ വീഴുമ്പോൾ, നമ്മൾ ഒരു ആട് വീഴുമ്പോൾ നിസാറിന് തോന്നിയ ഒരു സാധനമുണ്ട്, റിഫ്ലക്സ് ആയിട്ടുള്ള ഒരു ആക്ഷൻ. അത് കമ്പാഷനെ പറ്റിയിട്ട് ഉള്ള ഒരു പുതുധാരണ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. ഞാൻ കമ്പാഷനെ പറ്റിയാണ് അങ്ങനെ എനിക്കറിയായിരിക്കും. അതാണ് കമ്പാഷൻ എന്താണെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പക്ഷേ കമ്പാഷൻ്റെ ഉദാഹരണങ്ങളെ പറഞ്ഞൊന്നും എൻ്റെ കൺസെപ്റ്റ് അല്ല പറഞ്ഞു. കമ്പാഷനെ പറ്റി പൊതുധാരണ നിന്ന് നമ്മൾ എന്താ പറയാൻ പറ്റുന്നത്? ആ പൊതുധാരണയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അതാണ് എന്തുകൊണ്ട് കമ്പാഷനേറ്റ് ആവുന്നു, എന്തിന് കമ്പാഷനേറ്റ് ആവണം, ഇതിൻ്റെ എത്തിക്കലും പൊളിറ്റിക്കലും ആയിട്ടുള്ള തലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പൊളിറ്റിക്കലായ ഒരു ഡയമെൻഷൻ ടച്ച് ചെയ്യും. എന്താണ് കമ്പാഷനേറ്റ് ആവുന്നത്? എന്താണ് കമ്പാഷൻ? അല്ല, ആ ചോദ്യം എത്തിക്കലായിട്ട് ഉന്നയിക്കുന്നതും പൊളിറ്റിക്കലായിട്ട് ഉന്നയിക്കുന്നതും വ്യത്യാസം. പൊളിറ്റിക്കലായുള്ള ഡയമെൻഷനെ പറ്റി എന്ത് പറയുന്നതാണ്? എന്താണ് കമ്പാഷൻ എന്നുള്ള ചോദ്യം നൈതർ പൊളിറ്റിക്കൽ എത്തിക്കൽ അല്ല, എന്തിനു ഞാൻ ചോദിക്കുന്നില്ല. അതിനത് അത് കാരണം കമ്പാഷനായിട്ട് ആവാന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞാൽ എന്തിനെന്ന് ചോദിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ കമ്പാഷനായിട്ട് ആവാൻ കമ്പാഷനായിട്ട് ആവാന്ന് പറഞ്ഞാൽ എന്താണ്, അത് തന്നെയാണ് എനിക്ക് ക്ലിയർ അല്ലാത്തത്. നിലനിൽക്കുന്ന നെഗറ്റീവായി ഡിഫൈൻ ചെയ്ത് അത് മെന്റൽ സ്റ്റേറ്റ് അല്ല, അതൊരവസ്ഥയല്ല, അവസ്ഥയാണ്. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞു. ഞാൻ എന്താണെന്ന് അഫേം ചെയ്തിട്ടില്ല. കമ്പാഷൻ കമ്പാഷനായിട്ടായ അവസ്ഥയിൽ ഒരാളായിരിക്കുകയാണ്. അത് കമ്പാഷനെ പറ്റിയുള്ള പൊതുസങ്കല്പനത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ആ പൊതുസങ്കല്പന ഞാൻ സ്വീകരിച്ചത് പറഞ്ഞിട്ടില്ല. പൊതുസങ്കല്പത്തിനെ പരിശോധിക്കാൻ എനിക്ക് ബോധിസത്വത്തിന്റെ അവസ്ഥ ഉണ്ടല്ലോ, ബോധിസത്വത്തിന്റെ അവസ്ഥ. അതായത് എനിക്ക് വേണമെങ്കിൽ നിർവ്വാണം പ്രാപിക്കാനുള്ള അവസ്ഥ ഉണ്ടെങ്കിലും മറ്റുള്ളവരുടെ എൻലൈറ്റൻമെന്റ് അത് മാറ്റി വയ്ക്കുന്ന അവസ്ഥയാണ് അവിടെ കമ്പാഷൻ. അപ്പൊ ആ അർത്ഥത്തിൽ എടുത്താൽ പോലും ആ എത്തിക്കൽ ക്വസ്റ്റ്യനും പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനും തമ്മിൽ എവിടെയാണ് പരിശീലിക്കാൻ പറ്റാതെ അയാൾ എന്ത് ചെയ്യും, അങ്ങനെ ബോധിസത്വാവസ്ഥയിൽ എത്തിയ ഒരാൾ എന്ത് ചെയ്യുന്നുള്ളതിന്റെ അകത്തുകയാണല്ലോ പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് ഓഫ് കമ്പാഷൻ എങ്ങനെയാണ് അല്ല, നിസാറിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരാള് കമ്പാഷനേറ്റ് ആവുക, അയാളുടെ അധിക വാല്യൂ, അയാളുടെ വാല്യൂ ഒരു കമ്പാഷനേറ്റ് ആവുന്ന വേറൊരാളുടെ സഫറിങ് നേരത്തെ നിസാറ് പറഞ്ഞതനുസരിച്ചാണ് മനസ്സിലായതനുസരിച്ച് ആ സഫറിങ്സിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് അതിനെ പരിഹരിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നൊരു അന്വേഷണം അതിനകത്ത് എന്താണ് നിസാർ പറഞ്ഞത് മനസ്സിലാക്കി. ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്തത് പൊതുധാരണയെ, അതായത് ഇങ്ങനെയാണ് കമ്പാഷൻ എന്നുള്ള ആളുകൾ ധരിച്ചിട്ടുള്ളതെന്ന്. അത് അതിനെപ്പറ്റി ഞാൻ പരിശോധിച്ചത്. അതാണ് ഈ എക്സ്പെരിമെൻറ്റും സയൻസും മറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത്. കമ്പാഷനെ കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കുന്നത്, എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് കമ്പാഷൻ എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, അഭിപ്രായം പറഞ്ഞിട്ടില്ല. അതിപ്പോൾ കുറച്ച് നേരത്തെ ഒരു സൂചന കൊടുത്തു. അത് മഞ്ജു പുറത്തു പോയപ്പോഴാണ് പായത്തിൽ നിങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. അതാണ് മറ്റേ പൊട്ടിപ്പുറപ്പെടരുന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങിയ സാധനത്തിന് ബാക്കി
വീഴുന്ന സമയത്ത് അതിനോടായ നമുക്ക് തോന്നുന്നു റിഫ്ലക്സീവ് ആയിട്ടുള്ള ഒരു മനോഭാവമാണ്. അപ്പൊ അതുണ്ടാവുന്നത് നമ്മൾ നേരത്തെ ആർജിതമായിട്ടുള്ള ഒരുപാട് വാല്യൂസിന് പുറത്ത് തന്നെ പലതരത്തിലുള്ള വാല്യൂസ് നമുക്ക് ഉണ്ടാവും. ആ വാല്യൂസ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വേറൊരാൾ വീഴുമ്പോൾ അതിനുള്ള തോന്നുന്നത് റിഫ്ലക്സ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് പിന്നെ അതാണ് നമ്മൾ കമ്പാഷനേറ്റ് ആയിട്ട് പറയുന്നത്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, ഒരാള് ഞാൻ പറഞ്ഞ അതാണ് കമ്പാഷനെ പറ്റിയിട്ടുള്ള പൊതു. ഞാൻ കമ്പാഷനെ പറ്റിയിട്ട് അതിന്റെ കൗണ്ടറായിട്ട് ദിലീപ് പറഞ്ഞു, ഒരു കുട്ടി വീഴുന്ന സമയത്ത് ആ കുട്ടി വീഴുന്നതായിരിക്കും നല്ലത് ഒരു പക്ഷേ. അപ്പോൾ അവിടെ കമ്പാഷനേറ്റ് ആവേണ്ട കാര്യമില്ല. പക്ഷെ ആ വീഴുന്നതിനോടുള്ള അയാളുടെ മനോഭാവം തന്നെയാണ് കമ്പാഷനേറ്റ് ആകുന്നത്. ഒരു അത് കമ്പാഷനേറ്റ് ആവാന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, എനിക്കറിയില്ല. അത് ഞാനത് അന്വേഷിക്കാൻ നോക്കുകയാണ്. എന്താണ് എനിക്കറിയാത്ത കാര്യം അതില്ല. റോബോട്ടിന്റെ ഉദാഹരണം കൊണ്ടുവന്നപ്പോൾ എനിക്ക് മനസ്സിലായത് റോബോട്ടിന് സാധ്യമല്ലാത്തതും മനുഷ്യന് സാധ്യമായതുമായ കാര്യം ഒരവസ്ഥ, ഒരു വികാരം അതിലായിരിക്കും. അതായത് കമ്പാഷനേറ്റ് ആയ ഒരു അവസ്ഥയിലായിരിക്കാനുള്ള അവസ്ഥ റോബോട്ട് ഉണ്ടാവില്ല. റോബോട്ടിന്റെ ബിഹേവിയറിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് നിസാർ പറഞ്ഞത്. എന്തിനെ പറ്റിയിട്ട് അവസ്ഥ ഉണ്ടാവില്ല എന്ന് ദിലീപിന് അങ്ങനെ അറിയാം. ഡിസ്ക്രിപ്റ്റീവായിട്ട് കമ്പാഷൻ എടുക്കുകയാണെങ്കിൽ റോബോട്ടിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ സാധനങ്ങൾ അതെല്ലാം ദിലീപ് പ്രശ്നം അതല്ല. ഈ ചർച്ചയിൽ എന്താണ് കമ്പാഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്താണ് കമ്പാഷൻ എന്നുള്ളത് ഡിസ്കോഴ്സിന് എന്താണ് എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതിന് ഞാൻ അഭിമുഖീകരിക്കുകയാണ്. എനിക്ക് എന്താ അതിനെപ്പറ്റി ചിന്തിക്കും, ഞാൻ എന്താ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്, എന്താണ് കമ്പാഷൻ? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിച്ചിട്ടില്ല. അതാണ് പ്രശ്നം. അങ്ങനെ എടുക്കണ്ട. അതായത് എങ്ങനെ നെഗറ്റീവ് അറിയാലോ. അതായത് പിന്നെ കമ്പാഷനേറ്റായ ഒരു അവസ്ഥയിലെത്തുക, ആ ഒരു അവസ്ഥയിലായിരിക്കും എന്നത് മനുഷ്യന്റെ ബീവിന് മാത്രം സാധ്യമായ ഒരു കാര്യമാണെന്ന് സമാനമായ സാഹചര്യങ്ങൾ ബാധിക്കും. ഒരു പ്രക്രിയയാണെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യലി അത് റീക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഇതൊരു പ്രോസസ് അല്ല. അത് മനുഷ്യന് മാത്രം മനുഷ്യന്റെ ഉള്ളിലേക്ക് മാത്രം സാധ്യമായിട്ടുള്ള അവസ്ഥയാണ്. അങ്ങനെ കുട്ടി വായിച്ചതെന്നാണ് എനിക്ക് പറയുന്നത്. കമ്പാഷനേറ്റ് ആവാന്ന് നമ്മൾ പറയുന്ന സമയത്ത് നമ്മളെ നമ്മൾ ഈ ദൈനംദിന ജീവിതത്തിലും ഡെമോക്രസിയിലും നമ്മൾ സംഘടനകളിലൊക്കെ ഉള്ള ഒരുപാട് സാധനങ്ങൾ ഈ കമ്പാഷനേറ്റ് ആവുക, അതറിനോട് കമ്പാഷനേറ്റ് ആവുക ഒരു മൂല്യത്തിന്റെ ഒരു സംഭവത്തിലാണ് നമ്മൾ രാഷ്ട്രീയം തന്നെ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷെ കമ്പാഷനേറ്റ് ആവുക, കമ്പാഷൻ എന്ന് സാറ് എടുക്കുമ്പോൾ സാറ് നേരെ ഒരു ബുദ്ധിസമൊക്കെ ഇതിൻ്റെ ഈ കമ്പാഷനെ പറ്റിയിട്ടുള്ള നിലനിൽക്കുന്ന ധാരണകൾ എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കമ്പാഷനെ പറ്റി നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് നിങ്ങൾ ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നത്. അത് അറിയില്ല എന്നുള്ള രീതിയിൽ ഞാനിവിടെ നിന്നു. ആ രീതിയിൽ ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. കമ്പാഷനെ പറ്റി നിങ്ങൾ പുതിയ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. അതായത് കമ്പാഷനെ അറിയുന്ന പോലെ തന്നെ പറയുന്നു. കമ്പാഷനെ പറ്റി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ചും കൊണ്ട് നിൽക്കാൻ. എന്താണ് കമ്പാഷൻ എന്നുള്ള ചോദ്യം ഒരു ഫണ്ടമെൻ്റൽ ചോദ്യമാണെങ്കിൽ, അല്ലെങ്കിൽ അതൊരു പുതിയ ചോദ്യമാണെങ്കിൽ, നിലനിൽക്കുന്ന ചിന്താവട്ടങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടേണ്ട ഒന്നല്ലെങ്കിൽ അത് നമ്മുടെ പല മുൻവിധികളും ആർജിച്ചിട്ടുള്ള പല സാമഗ്രികളും, ചിന്തയുടെ സാമഗ്രികളും കൈവിട്ടതിന് ശേഷം മാത്രമേ ചോദിക്കാൻ പറ്റൂ, മാത്രമേ കണ്ടെത്താൻ പറ്റൂ. ഇതാണ് എൻ്റെ വാദം. യു ഡു നോട്ട് നോ എന്നാണ്.
അറിയില്ല എന്ന കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത്. അറിയില്ല എന്നുള്ള കാര്യം അറിയില്ല. അറിയില്ല എന്നുള്ളത് നമുക്ക് അറിയില്ല എന്ന് മാത്രമല്ല, നമ്മുടെ മുൻവിധികൾ ഈ നമ്മുടെ കൺവെൻഷൻസ് നമുക്ക് തന്നിട്ടുള്ള പല ചിന്തകളുടെ സാമഗ്രികൾ കൈവിട്ടുകൊണ്ട് മാത്രമേ ചിന്തിക്കൂ. അങ്ങനെ വരുമ്പോൾ കൺവെൻഷൻ പറ്റി നമ്മൾ അറിയുന്നതും കമ്പാഷനേറ്റ് ആവുന്നതും ഒന്നായിരിക്കും, ഒരുപോലെ ബി ഡിഫറെൻറ്റ്. ദാറ്റ് വി നോ അബൌട്ട് കമ്പാഷൻ എന്നുള്ളത് നമ്മൾ കമ്പാഷനേറ്റ് ആവുക എന്നുള്ളത് ഒന്ന് തന്നെയായിരിക്കും. അതിന് ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് ബൈ ദാറ്റ് ടൈം വി മൈറ്റ് ഹാവ് ഗ്രോൺ ഔട്ട് ഓഫ് അവർ ലിമിറ്റ്സ്. മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. കമ്പാഷനേറ്റ് ആവും, ഒരാൾ കമ്പാഷനേറ്റ് ആവും. പറയും, നിങ്ങളെന്നെ ശ്രമിച്ചു. അറിയില്ല. ഞാൻ ഉത്തരം പറയാൻ വെക്കില്ല. ഒരു സംഭവം ആലോചിച്ചാൽ മതി, പറയാനൊക്കെ മനസ്സിലാവും. ഒരു സംഭവം ഇസ്ലാമില് നിയത്തിന്റെ ഒരു കാര്യം പറയാറുണ്ട്. നിയത്ത് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഒരു നിയത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലാണ് അതിന് ശരിക്ക് പ്രതിഫലം കിട്ടാന്ന് ഇസ്ലാമിൽ. അതായത് നമ്മളൊരു എന്തെങ്കിലും ഒരു പുണ്യപ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അതിനുള്ളിലൊരു നിയത്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലാണ് അത് മീൻസ് ഓൾറെഡി അതാണ് ചെയ്യുന്നത്, അത് ഇങ്ങനെ ഒരു പ്രതിഫലം കിട്ടാൻ വേണ്ടി ഇത് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ ഒരു പുണ്യ കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിനാണ് ശരിക്കും അതിനെ കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളൂ. ഇതേ സാധനത്തിനോട് ഒരു ട്രൂ ഡിറ്റക്റ്റീവ് എന്ന് പറയുന്ന ഒരു സീരീസില് അതിലൊരു ക്യാരക്ടർ പറയുന്നുണ്ട്. അയാള് ഈ കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടർ. അപ്പൊ അയാള് മറ്റൊരാളോട് ഒരു ബിലീവറോട് ചോദിക്കുന്നുണ്ട്, നിങ്ങള് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന സൽപ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ സൽപ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്, എന്താണ് ഒരു കഥയുള്ളത് എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ആ ഒരു ചോദ്യം നടന്നത് നിങ്ങൾ ശരിക്കും കമ്പാഷനേറ്റ് ആണോ, അതോ നിങ്ങൾ ഈ പറയുന്ന ഈ എന്തോ ഒരു പ്രതിഫലത്തിന് വേണ്ടിയുള്ള കമ്പാഷൻ ആണോ കാണിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. അപ്പൊ ഈ കമ്പാഷൻ എന്ന് പറയുന്നത് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഞാൻ ഒരു സംശയം പോലെ എടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു മൊമെന്റ് ഈ പറയുന്ന പോലെ കമ്പാഷനെ കുറിച്ച് അറിയാതെ, അല്ലെങ്കിൽ കമ്പാഷൻ എന്ന് പറയുന്ന മൂല്യം അല്ലെങ്കിൽ അതിന്റെ പ്രതിഫലം, ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ വളരെയധികം കോൺഷ്യസ്ലി അവെയർ ആവാതെ കൊണ്ട് തന്നെ നമ്മൾ കമ്പാഷനേറ്റ് ആവുമ്പോഴാണ് ഈ പറയുന്ന ശരിക്കും കമ്പാഷനേറ്റ് ആവുന്നത് എന്നുള്ള സംഭവം. എന്താണ് കമ്പാഷൻ എന്ന് പറഞ്ഞാൽ? എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളാണ് ഞാൻ ദിലീപ് പറഞ്ഞതിനോട് അനുബന്ധമായിട്ട് പറയണം. ഇപ്പോ നമ്മൾ മലയാളത്തിൽ എന്താണെന്ന് പറയാമെന്ന് ഞാൻ ചോദിക്കാൻ കാരണം മലയാളത്തിൽ കരുണ എന്നാണ് അതിന്റെ ഒരു അർത്ഥം എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിസാറിനോട് കരുണ കാണിക്കാൻ ഞാൻ നിസാറിനേക്കാൾ അധികരിച്ച് നിൽക്കുന്ന ഒരാളാവുമ്പോഴല്ലേ നിസാറിനോട് കരുണ കാണിക്കാൻ ശക്തിയുള്ള ഒരാളാവുക. പോയിട്ട് കരുണയായ മലയാളത്തിലാക്കി മലയാളത്തിലാക്കിയ കാര്യം അല്ല, സമഭാവനയല്ല, സംഭാവന.
സംഭാവനയാണ്. കോം എന്ന് പറഞ്ഞാൽ സമ്മാണ്, സംഭാവനയാണ്, സമഭാവനയാണ്, സംഭാവന. മലയാളം കരുണയാണെങ്കിൽ ഹൈപ്പത്തിക്കലി പറയണം, കരുണയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിൽ സന്തോഷ മനോഭാവം ശക്തമായ സ്ഥലമാണ്. അപ്പോൾ ഈ കരുണ ശേഷി കൂടുതലുള്ള എന്തെങ്കിലും തരത്തിലുള്ള എബിലിറ്റി കൂടുതൽ ഒരാൾ, എബിലിറ്റി കുറഞ്ഞ ഒരാളോട് കാണിക്കുന്ന സഹാനുഭൂതിയായിട്ടാണ് അതിലൊരു പ്രൊഫഷണലായിട്ടൊരു ഇഷ്യൂ അനുഭവിച്ചിട്ടുണ്ട്. അതായത് മൈജൂബ് മനസ്സിലാക്കിയ കമ്പാഷനുള്ള ആർത്ഥത്തിൽ. അപ്പോൾ അതിന് മൈജൂബ് തന്നെ ഉത്തരം കണ്ടെത്തുന്നതായിട്ട് ഭയങ്കര അട്രോഷ്യസ് ആയിട്ടുള്ളൊരു വാചകമാണ്. ഇപ്പൊ നീ പറഞ്ഞു എബിലിറ്റി കൂടിയ ആള് എബിലിറ്റി കുറഞ്ഞ ആളോട് കാണിക്കുന്ന എബിലിസ്റ്റിക് വ്യൂ പോയിന്റ്. ഞാൻ മനസ്സിലാക്കുന്നു. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഒരാളോട് കരുണ കാണിക്കുന്നു. അത് എബിൾഡ് അല്ലാത്ത ഒരാളോട് എബിൾഡ് ആയ ഒരാൾ കാണിക്കുന്നത് എന്നുള്ളതൊക്കെയല്ല കമ്പാഷൻ. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഞാൻ കരുണ എന്ന് വിളിക്കുന്ന കരുണ കമ്പാഷൻ എന്നൊക്കെ പറയുന്നത് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഒരു ഏതെങ്കിലും ഒരു സിമ്പിൾ ഉപയോഗിച്ചാൽ മതി. എന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾ ഉപയോഗിച്ചു. നമ്മൾ കരുണയാണോ അല്ല അനുകമ്പയാണോ മറ്റേ ദയയാണോ ഇതൊക്കെ പര്യായങ്ങളാണ്. ഒരു വാക്കിനും ഞാൻ നേരത്തെ രാവിലെ പറഞ്ഞ ഒരു വാക്കിനും തുല്യമായ വേറൊരു അതില്ല. കാരണം അത് വേറൊരു ഉപയോഗം മാത്രമേ ഉള്ളൂ ആ പദത്തിന്, ആ കൺസെപ്റ്റിൻ്റെ. ഈ മൂന്ന് കാര്യങ്ങൾ ദയ, അനുകമ്പ, ഇതെല്ലാം തന്നെ ഒരു സൂപ്പർലേറ്റീവ്, അതിനൊരു പദവി കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. പദവി കൂടുതലുള്ള ഒരാൾ, പദവി കുറഞ്ഞ നിരന്തരത്തിലുള്ള ശേഷികൾക്കും കുറഞ്ഞ ഒരാളെ സഹായിക്കാനായി, അയാളെ കൈ പിടിച്ച് ഉയർത്താനായിട്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഉണ്ടാകുന്ന ശേഷി കുറവുകൾ, അയാൾ സൊസൈറ്റിയിൽ അനുഭവിക്കുന്ന ഇഷ്യൂസിനെ മറികടക്കാൻ അയാളെ സഹായിക്കുന്നതായി
അങ്ങനെയല്ല. അത് ഇപ്പം മൗജു പറഞ്ഞനുസരിച്ച് നോക്കുമ്പം ഒരാളുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ് അവിടെ സൂചിപ്പിക്കുന്നത്, ഒരാളുടെ ഘടന, ഒരാളുടെ സ്വഭാവത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് ശേഷിയെ പറ്റി പറയുകയാണെങ്കിൽ നേരെ മറിച്ച് അങ്ങനെയല്ല, സിറ്റുവേഷൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചെന്നൈയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഏതാണ്ട് 7:30 മണിക്ക് പിന്നെ ഒരു സ്കൂട്ടർ വന്ന് എന്നെ ഇടിച്ച് ഞാൻ വീണിങ്ങനെ ഉരുണ്ടു. ഞാൻ ബോധം കിടാൻ പോകുന്നതായിട്ട് ഞാൻ കണ്ണ് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ 3-4 കുട്ടികൾ വെള്ളവും കുപ്പി വെള്ളമൊക്കെ ആയിട്ട് എൻ്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അവരെന്നെക്കാളും സുപ്പീരിയറായിട്ടുള്ള ആളുകളല്ല. എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ വളരെ താഴ്ന്ന അവസ്ഥയിലാണ്. കാരണം വെച്ചാൽ ഉരുണ്ട് വീണ് കിടക്കുക. ആ സിറ്റുവേഷനാണ് അവിടെ പ്രധാനം. അല്ലാണ്ട് ശേഷി അല്ല, റിലേറ്റീവ് ടു എ പെർട്ടിക്കുലർ സിറ്റുവേഷൻ. എത്ര പിന്നെ ക്യാമനാണെങ്കിലും ഒരു അടി പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രോഗം വന്നാൽ, ഇപ്പോൾ ക്യാൻസർ വന്നാൽ, ഇപ്പോൾ ക്യാൻസർ വരാത്തൊരാൾ, ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാളെ അപേക്ഷിച്ച് ക്യാൻസർ ഇല്ലാത്ത സാധാരണ മറ്റസുഖങ്ങളുണ്ടാവും, പക്ഷെ അയാൾക്ക് മൂവ് ചെയ്യാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ശേഷിയുണ്ടാവും. ആ ശേഷി എന്ന് വെച്ചാൽ ഈ ഇൻഡിവിജ്വലിൻ്റെ ശേഷിയല്ല, റിലേറ്റീവായിട്ടുള്ള ശേഷി. അതുകൊണ്ടായിരിക്കും അതിങ്ങനെ പറയുന്നത്. മലയാളത്തിൽ നമ്മൾ ചില വാക്കുകൾക്ക് ചില അർത്ഥങ്ങൾ കൈവന്നിട്ടുണ്ടാവും. ഉദ്യോഗം ജീവിച്ച് എറണാകുളത്ത് ആ വാക്കിന്റെ അർത്ഥം നിസാർ പറഞ്ഞ മാറ്റാമെങ്കിലും നിസാർ പറഞ്ഞ ഒരു അർത്ഥമായി വരാമെങ്കിലും പരമ്പരാഗതമായിട്ട് നമുക്ക് പ്രകാരം ഉപയോഗിച്ചിട്ടുള്ള വാക്ക്, ആ വാക്കിന് കരുണാന്നുള്ള വാക്ക് എന്തോ തരത്തില് ഒരു സുപ്രീമസിയുള്ള ആളുകൾ തന്നെ സുപ്രീമസി ഇല്ലാത്ത ആളുകൾ വേണമെന്നില്ല. ഇപ്പോൾ കരുണ എന്നുള്ള വാക്കിന് കൃ എന്ന ധാതു എന്നാണ്. സംസ്കൃത വാക്കാണ് കൃ എന്ന് പറഞ്ഞാൽ പിറ്റി എന്നാണ്. ഈ സഫറിങ്ങിൻ്റെ വാക്കിന് പോലെ തന്നെ സഫറിങ് എന്നുള്ള പാസിയോൺ എന്നുള്ള ലാറ്റിൻ വേർഡാണ്. അത് പാറ്റി എന്നാണ്, പിറ്റി, അതും പിറ്റി എന്നാണ്. അപ്പോൾ അവിടെ കരുണ എന്നുള്ളത് അവിടെ പിറ്റി എന്നുള്ളത് വാക്ക്. അപ്പം മറ്റൊരാളുടെ പിറ്റി ദുരിതാവസ്ഥ അല്ലെങ്കിൽ അയാളുടെ ഡിസ്ട്രെസ്സിനെ അഭിമുഖീകരിക്കുന്ന ഒരു കേസാണത് കരുണ എന്നുള്ളത്. അതെനിക്കും അതേപോലെ അയാൾക്കുള്ളതുപോലെ ഒന്ന് എനിക്കുണ്ടാവുകയാണ്. ഞാനും അത് ഷെയർ ചെയ്യുന്നതാണ് കരുണ. എനിക്ക് വേണമെങ്കിൽ സംഭവിക്കും. അനുകമ്പ അങ്ങനെ തന്നെ. അനുകമ്പ എന്ന് വെച്ചാൽ അനുകമ്പനാണ്, ഒന്നിനെ ഒരു കമ്പനത്തിൽ തുടർന്നുണ്ടാകുന്നത്. ദയോവത്തിന് ഷെയ്ക്കിംഗ് ആണ്. ദ എന്ന് പറഞ്ഞാൽ ഷെയ്ക്കാണ്. ഷെയ്ക്ക് ചെയ്യുന്ന അവസ്ഥയാണ്. ഒരു കമ്പന ഉണ്ടാകുമ്പോൾ അതിനോട് തുടർന്ന് എനിക്കും കമ്പന ഉണ്ടാകും. ഒരു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് ചെയ്യാന്നുള്ളത്, കമ്പന ഉണ്ടാവുക. അത് നമുക്കുണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പം അതിൻ്റെ ഉപയോഗം ഇപ്പോൾ റൂട്ട് മീനിങ് അനുസരിച്ചായിരിക്കില്ല പറയേണ്ടത്, ഉപയോഗത്തിനനുസരിച്ച്. ഇപ്പോൾ ഓരോ കോണ്ടെക്സ്റ്റിൽ ഒരു വാക്ക് ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പല ഉപയോഗങ്ങളായിരിക്കുന്നുണ്ടാവും. ഉപയോഗങ്ങളുടെ ഈ ഞാൻ പറഞ്ഞ പര്യായം പദങ്ങളൊക്കെ തന്നെ ഉപയോഗത്തിൽ നിന്ന് വരുന്നതാണ്. അത് ഈ ഡിക്ഷണറി ഉണ്ടാക്കുന്ന ആളെ ലെക്സിയോഗ്രാഫർ അത് കളക്ട് ചെയ്തിട്ട് ഒരു വാക്കിൻ്റെ അർത്ഥം പറയുമ്പോൾ പല വാക്കുകളും പറയുന്നതിൻ്റെ കാരണം അത് സിനോണിമിസ് എന്ന് പറഞ്ഞാൽ വാസിൻ്റെ ഉപയോഗമാണ്. ഇപ്പം കരുണ കൂടെ ദയ, അനുകമ്പ അങ്ങനെ പറഞ്ഞിട്ട് അർത്ഥം കൊടുക്കും. അപ്പോൾ ഇത് സിമിലറായിട്ട് പല ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഒരു വാക്ക് ഈ എല്ലാ കോണ്ടെക്സ്റ്റിലും ചിലപ്പോൾ ഉപയോഗിക്കുന്നുണ്ടാവും. ചിലപ്പോൾ കരുണ എല്ലാ കോണ്ടെക്സ്റ്റിലും ഉപയോഗിക്കുന്നുണ്ടാവും. ദയ അതുപോലെ തന്നെ എല്ലാ കോണ്ടെക്സ്റ്റിലും ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ കരുണ ഉപയോഗിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റിൽ ദയ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ദയ എന്ന് അവിടെ കൊടുക്കും. അങ്ങനെയാണ് ലെക്സിയോഗ്രാഫിക്
പാരഗ്രാഫ്സ് അർത്ഥം കൊടുക്കുന്നത് ഉപയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഏത് വാക്കാണ് ഉപയോഗിക്കുക എന്നുള്ളത് ചില കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് ആപ്റ്റായിട്ട് അവക്ക് തന്നെ വേണ്ടി വരും. സിനോണിംസ് ഒക്കെ വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. പരിഭ്രമം എന്നുള്ള വാക്കില്ലേ, പരിഭ്രമം നമ്മൾ ഉപയോഗിക്കില്ല മലയാളത്തിൽ. ആക്ച്വലി ചുറ്റും ഭ്രമിക്കുക എന്നാണ്. പണ്ട് നമ്പൂതിരിമാരുടെ ഇടയിൽ ഉപയോഗിച്ചിരുന്ന വാക്കാണ്. അവർ പരിഭ്രമം എന്നുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ, നമ്മളിപ്പോൾ പരിഭ്രമം എന്ന് വിളിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ വീട്ടിന് ചുറ്റും ഇങ്ങനെ നടക്കും അത്രേ. അതാണ് ചുറ്റി നടക്കുക, പരിഭ്രമിക്കുക. ഞാനിത് പരിഭ്രമിച്ചിട്ട് വരട്ടെ എന്ന് പറയും. ശരിക്കും നമ്പൂതിരിമാർ പറയണ്ട അത്രേ, പരിഭ്രമിച്ച് വരട്ടെ എന്ന്. അതേ സമയത്ത് ഹിന്ദിയിൽ അതല്ല. ഹിന്ദിയിൽ പരിഭ്രമം എന്ന് പറഞ്ഞാൽ ശരിക്കും പരിഭ്രമം തന്നെ. ഏത് ഈ ചുറ്റി നടക്കൽ തന്നെ. അങ്ങനെ ഓരോ യൂസേജ് അനുസരിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ പറഞ്ഞ ആ അർത്ഥങ്ങളുടെ ഈ എന്ത് അർത്ഥം അതിനുള്ളത് എന്നുള്ളതല്ല പ്രധാനം, അതിൻ്റെ ഡെഫിനിഷനാണ്. ഒരു പദം നമ്മൾ എടുക്കുമ്പോൾ കരുണ നമ്മൾ ഒരു കൺസെപ്റ്റായിട്ട് ഉപയോഗിക്കണമെങ്കിൽ, ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അത് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതനുസരിച്ച്. ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അഗെയിൻ വീണ്ടും ഒരു വാക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ആശയം അതിൽ കൊണ്ടുവരണമെങ്കിൽ അത് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ അന്വേഷണങ്ങളിലും ചർച്ചകളിലും അത് ഉപയോഗിക്കുന്ന രീതിയിൽ നിഷ്കൃഷ്ടത പുലർത്തണം. അത് എവരി ഒക്കറൻസ് ഓഫ് ദ വേർഡ് ഷുഡ് മേക്ക് ദ സെയിം മീനിങ്, ഒരേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റണം. അപ്പോഴാണ് അതൊരു ഡെഫിനിഷനിലായിട്ട് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ കരുണ നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ, ഇപ്പോൾ കരുണ നമ്മൾ ഉപയോഗിച്ചു, വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? വി ഡിഫൈൻ ഇറ്റ് ഇൻ എ പെർട്ടിക്കുലർ വേ ആൻഡ് ഡു വി ആക്ച്വലി യൂസ് ഇറ്റ് ഇൻ എവരി ഒക്കറൻസ് ഓഫ് ദാറ്റ് വേർഡ് സെയിം സിമിലർലി? അല്ല, നമ്മൾ പല രീതിയിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പല എക്സാമ്പിൾ നമ്മൾ പറയുമല്ലോ, ഇപ്പം ചർച്ചയിൽ പലതും വന്നു, ഓരോരുത്തരും പല കോണ്ടെക്സ്റ്റിൽ പല രീതിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് ഒരു ശരിക്കും റിസൾട്ട് ഉണ്ടാക്കില്ല അന്വേഷണങ്ങളിൽ. ഡിഫൈൻ ചെയ്യാനോ? കരുണ എന്ന് സംസ്കൃതത്തിൽ നിന്ന് പറഞ്ഞില്ലേ, സംസ്കൃത വാക്കാണ്. അത് മലയാളം അഡോപ്റ്റ് ചെയ്തത്. അതിനെ സംസ്കൃതത്തിൽ നിന്നാണ് ചെയ്യുമ്പോൾ കൃ എന്നാണ്. കൃ എന്ന ധാതു എന്നാണ് വരുന്നത്. കൃ എന്നുള്ള പിറ്റി എന്നുള്ള അർത്ഥത്തിൽ ആണോ? കരിക്ക, അതെ. ഏതാ? കരുണയിലും, കരുണ എന്നുള്ളത് സംസ്കൃതത്തിലും പാലിയിലും ഒരേപോലെ ഉപയോഗിക്കുന്നത്. അത് മേത്ത മാത്രം, മൈത്രി മാത്രം വ്യത്യാസം. മേത്ത എന്ന് അങ്ങനെ ഉച്ചരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു. ഉപേക്ഷ എന്നുള്ള ഉപേക്ഷ എന്നാണ് പറയുന്നത്. ചില സിറ്റുവേഷനിൽ, ചില കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സിറ്റുവേഷനിൽ
നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നിലനിൽക്കുന്ന നമ്മുടെ സമ്പ്രദായങ്ങളിൽ നിന്ന് ട്രഡീഷനിൽ നിന്ന് വരുന്ന സങ്കല്പങ്ങളെ കൊണ്ടോ ആശയങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ചിന്ത കൊണ്ടോ നമുക്ക് അഭിമുഖീകരിക്കാൻ പറ്റില്ല. ആ സമയത്ത് നമ്മൾ ഇപ്പോഴുള്ള നമ്മൾ ആർജിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈവിടണം. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് വാക്കുകൾ പഴയ പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോൾ ഇപ്പം കമ്പാഷനെ പറ്റി പറഞ്ഞ കാര്യമുണ്ട്. കമ്പാഷനെ പറ്റി നമ്മൾ ഒരു സിസ്റ്റം റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. ഒരു സിസ്റ്റം റീപ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഈ സിസ്റ്റം നമ്മളെ കൊണ്ട് ഒരേ കാര്യം തന്നെ പറയിപ്പിക്കുകയാണ്, റീപ്രൊഡ്യൂസ് ചെയ്യാൻ. നമ്മളതിൽ നിന്ന് ഈ മറികടക്കാൻ നമുക്ക് പറ്റുന്നില്ല. ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങുകയാണ്. ഞാൻ പറഞ്ഞാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങൾ, കാലഘട്ടത്തിന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ നേരിടാൻ നമുക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റത്തിൻ്റെ അകത്തുള്ള റിപ്രൊഡക്ഷന് അല്ലെങ്കിൽ ആവർത്തിക്കുന്നതിനെ നമ്മൾ മതിയാക്കണം. നമ്മൾ ഔട്ട്ഗ്രോ ചെയ്യണം ഈ സിസ്റ്റത്തിൽ. ഈ ഔട്ട്ഗ്രോ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കമ്പാഷനെ നമ്മൾ എന്തിനാണ് കമ്പാഷനെ കൊണ്ടുവരുന്നത്? കമ്പാഷനെ കൊണ്ടുവരുന്നത് എന്നുള്ളത് ആ കമ്പാഷനിൻ്റെ മീനിങ് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം. കാരണം നമുക്ക് എന്താ വേണ്ടതെന്നുള്ള ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള, എന്താ നമുക്ക് വേണ്ടതെന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് ഇതിൻ്റെ അർത്ഥം ഉണ്ടാക്കേണ്ടത്. അല്ലാണ്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ അകത്ത് ഉള്ള അർത്ഥത്തിന് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യില്ല വേണ്ട. നമ്മളൊരു പുതിയ സങ്കല്പനത്തിന് ഈ കമ്പാഷന് പുതിയ സങ്കല്പനത്തിലേക്ക് നമ്മൾ പുറപ്പെടണം, പൊട്ടിപ്പുറപ്പെടണം. നമ്മളതിൽ നിന്ന് അതിജീവിക്കണം. ഈ അതിജീവനം എന്നുള്ളത് നമ്മൾ ഇതുവരെ നമുക്കില്ലാത്തൊരു സാധനം നമ്മൾ ഉണ്ടാക്കലാണ്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് സ്വയം മറികടക്കണമെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള റീപ്രൊഡ്യൂസിങ് ചെയ്യുന്ന രീതി നിർത്തണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് കമ്പാഷൻ എന്നുള്ള ചോദ്യത്തിന് യു ഹാവ് ടു ഫൈൻഡ് ആൻസേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ, നോട്ട് ഓൾറെഡി ഇൻ ദ പാസ്റ്റ്. നമ്മൾ പാസ്റ്റിനെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിസാറെ പിന്നെ സംസാരിക്കുന്നു, ആളുകൾ ഇടപെടുന്നു, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഞാൻ ചെറിയ എക്സ്പീരിയൻസ് പറയുന്നു. പിന്നെ ആ എക്സ്പീരിയൻസ് പിന്നെ നിസാർ പറഞ്ഞൊരു എക്സ്പീരിയൻസിൻ്റെ ഒരു ബാക്കിയാണ്. ഞാൻ പിന്നെ രാവിലെ യാത്രക്ക് പോകുന്നു. അപ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ ഒരു പട്ടിക്കുട്ടി അവിടെ പിന്നെ വീണ് കിടക്കുന്നു. അപ്പം ഞാൻ എൻ്റെ വണ്ടി ഓഫാക്കുന്നു, അവിടെ കൂടെ നിൽക്കുന്നു. അപ്പോൾ അമ്മ ഇല്ലെന്ന് ഞാൻ ആലോചിക്കുന്നു. അപ്പം എനിക്ക് പെട്ടെന്ന് ഭയങ്കര പ്രശ്നമായി. അമ്മ ഇല്ലാത്തത് വെറുതെ ഈ സോക്കോൾഡ് ലോകത്തിൻ്റെ യുക്തിയിലാണ് അമ്മ ഇല്ലെന്ന് ആലോചിക്കുന്നത്. ഓക്കെ, അത് എന്തിനൊക്കെ പ്രശ്നമില്ലാതെ എനിക്കറിയാം. അപ്പം അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ ഒരു തമിഴൻ പരിപാടി, ഞാൻ പിന്നെ രാവിലെ എൻ്റെ യാത്രയിൽ പോവാണ്. അപ്പോൾ അയാളത് ഏറ്റെടുക്കാൻ ഈ പട്ടിക്കുട്ടീനെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നു. അപ്പം ഞാൻ അതിനെ നോക്കുന്നു. എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ ഈ കമ്പേഷൻ എന്ന് പറയുന്നത് നറേഷനാണ്. അയാളെ കുറിച്ച് പിന്നെ അതായത് അയാൾ ആ പട്ടിക്കുട്ടി അതിൻ്റെ കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് ആളുകൾ അതിനെക്കുറിച്ച് നടത്തുന്ന നറേഷൻ എന്ന് വെച്ചാൽ അയാൾ പിന്നെ കൊണ്ടുവന്നു. പിന്നെ അയാൾക്ക് ഭയങ്കര കൂടുതൽ സമയമുള്ളതുകൊണ്ട് കൊണ്ടുപോയി ആണ് ആൾക്കാർ പറഞ്ഞത്. അതായത് മിനിമമായിട്ട് പറയാം. എൻ്റെ ചോദ്യം വെച്ചാൽ ഇതെങ്ങനെയാണ് നിങ്ങൾ പിന്നെ ഇതിനെ ലൊക്കേറ്റ് ചെയ്യുന്നത്? ആളുകളുടെ സ്നേഹം, കമ്പേഷൻ, ഈ സാധനം, ഈ വ്യത്യാസങ്ങൾ ഇതിനെങ്ങനെയാണ് മനുഷ്യരെ പിന്നെ ലൊക്കേറ്റ് ചെയ്യുന്നത്? എനിക്ക് ഇതുവരെ മനസ്സിലായില്ല.
എങ്ങനെയാണ് ആ മനുഷ്യൻ പിന്നെ കൊണ്ടത് തമിഴനാണ്. ആ തമിഴൻ അയാളുടെ തമിഴ് ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ എന്നോട് പറയുന്നുണ്ട്. അതിന്റെ ഭാരം, അതിന്റെ രാഷ്ട്രീയ ഭാരമൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതേ അയാളെ കുറിച്ച് ഇയാൾ കംപ്ലീറ്റ് ഭാര്യയെ തരുന്ന ആളാണ്. അപ്പൊ എനിക്ക് പ്രശ്നമായി. ഭാര്യയെ തരുന്ന ഒരാളാണ് ഈ പട്ടിക്കുട്ടീനെ സംരക്ഷിക്കുന്നത്. ഞാനാണെങ്കിൽ ആ പട്ടിക്കുട്ടീനെ നോക്കുക, ഈ പട്ടിക്കുട്ടീനെ ഞാൻ സംരക്ഷിക്കാൻ എനിക്ക് പറ്റുമോ, എനിക്ക് അതിന് മാത്രം ശേഷിയില്ല, ഞാൻ അതിന് മാത്രം ആളല്ലോ ഞാൻ വിചാരിക്കണം. പക്ഷെ അയാൾ വളരെ സിമ്പിൾ ആയിട്ട് ആ പട്ടിക്കുട്ടീനെ സംരക്ഷിച്ചു പോകും. ഈ കമ്പാഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എനിക്കറിയാം. ഈ പിന്നെ ട്രെയിനിങ് വേറെ, മറ്റേ കാര്യങ്ങൾ വേറെ, എനിക്ക് മനസ്സിലാക്കില്ല ഈ സംഭവം. ഞാൻ മനസ്സിലാക്കുന്ന വെച്ചാൽ പിന്നെ സത്യമായ നിമിഷങ്ങളിൽ മനുഷ്യരെ ചെയ്യുന്ന പരിപാടിയാണ് ഏറ്റവും ഗംഭീരമായ. ഇത് പിന്നെ നമ്മൾ ഈ ചർച്ചയിൽ എനിക്ക് തോന്നിച്ചാൽ ഇത് ഒരു ശീതീകരണ ചർച്ച പോലെ എനിക്ക് തോന്നി. നിസാർ മാഷ് കുറെ കലമായിട്ട് കേൾക്കുന്നു, പിന്നെ അത് കേൾക്കാൻ വേണ്ടി വരുന്നു. എനിക്ക് അത്ര പിന്നെ ഒരു എന്താണ് എന്താണ് ആ പട്ടിക്കുട്ടീനെ ഞാൻ ആലോചിക്കുക, ആ പട്ടിക്കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ എന്റെ കളത്തിൽ എന്തൊക്കെയാണ് എല്ലാ കള്ളത്തരങ്ങൾ വെച്ചിട്ടാണ് മനുഷ്യരോട് ഇരിക്കുന്നത്. ഇത് മനുഷ്യ പരിപാടിയാണ്. ഓക്കെ, ഇത് പിന്നെ എങ്ങനെയാണ് ഈ കമ്പേഷൻ വർക്ക്, കമ്പേഷനും പിന്നെ ഇതും തമ്മിൽ വ്യത്യാസം? എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ തമാശയൊക്കെ തോന്നുന്നു. അതിന് മാത്രം ബുദ്ധി എനിക്ക്